പകലിനായി നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രസന്നനായിരിക്കാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം സ്തോത്രം സ്തോത്രം. അവിടുത്തെ അത്ഭുത കൃപയ്ക്കായി സ്തോത്രം, കർത്താവേ ദയയ്ക്കായി സ്തോത്രം, വിശ്വസ്തതയ്ക്കായി സ്തോത്രം. നമ്മെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ പിതാവേ, സ്വർഗ്ഗീയ കർത്താവേ, അനുഗ്രഹീതമായ പകലിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. കർത്താവേ, അങ്ങയെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ കർത്താവ് ഞങ്ങളെ അതിശയകരമായി നടത്തി, അത്ഭുതകരമായി നടത്തി കർത്താവെ. ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്ന വചനപ്രകാരം അവിടുന്ന് ഞങ്ങളെ നടത്തി കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അവിടുന്ന് കർത്താവെ മഹാത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്, ജീവിക്കുന്ന ദൈവമാണ് കർത്താവെ. സ്തോത്രം. ഹല്ലേലൂയ. ജീവനുള്ള കർത്താവെ, ദൈവമായിരിക്കാൻ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെ അവിടുന്ന് കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയുള്ള ഞങ്ങളുടെ എല്ലാ കർത്താവെ പ്രാർത്ഥനകൾക്കും അപേക്ഷകൾക്കും കർത്താവ് ഉത്തരം നൽകിയതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ദേവാലയങ്ങളൊക്കെയും തുറന്ന് അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ദൈവമായ കർത്താവ് എത്രയും പെട്ടെന്ന് ഞങ്ങളെ വീണ്ടും സഹായിക്കുമാറാകണം. വിശുദ്ധ ജനം ഒരുമിച്ച് കർത്താവ് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കുമാറാകണം. കർത്താവ് അതിനായി പ്രവർത്തിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഈ പകൽക്കാലം ഒരിക്കൽ കൂടെ അങ്ങയുടെ കർത്താവെ സന്നിധിയിൽ ഞങ്ങളെ കർത്താവെ കടന്നു വരികയാണ്. ദൈവമായ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. പാടുവാൻ ആരാധിപ്പാനൊക്കെയും ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ കാണുന്നവരോടുകൂടെ കർത്താവെ സ്തോത്രം. അല്ലെങ്കിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളെ കാണുന്നവരും കർത്താവെ ശേഷം കാണുന്നവരും യൂട്യൂബിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരും എല്ലാവരെയും ദൈവമായ കർത്താവ് ഈ പകൽക്കാലം അനുഗ്രഹിക്കുമാറാകണമേ. അവിടുത്തെ പ്രസന്നത്താൽ കർത്താവെ, അവിടുത്തെ സാന്നിധ്യത്താൽ സാമീപ്യത്താൽ ഞങ്ങളെ അവിടെ നിറയ്ക്കുമാറാകണം. അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളെ തിരിച്ചിരിക്കുന്ന സമയം മുഴുവൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കർത്താവെ നിയന്ത്രിച്ച് നടത്തുമാറാകണം. സകലമായ മഹത്വവും സ്തുതിയും പുകഴ്ചയും ആരാധനയും കർത്താവായ യേശുവിന് തന്നെ ഞങ്ങൾ സമർപ്പിക്കുന്നു. രാജാ ഉൻ പ്രസന്നം പോതുമയ്യാ, எப்போதும் எனக்கு போதுமையா. ராஜா உன் பிரசன்னம் போதுமையா, எப்போதும் எனக்கு போதுமையா. பிரசன்னம் பிரசன்னம் தேவ பிரசன்னம், பிரசன்னம் பிரசன்னம் தேவ பிரசன்னம். உலகமெல்லாம் மாயையா, உன்னன் ஒன்றே போதுமையா. உலகமெல்லாம் மாயையா, உன்னன் ஒன்றே போதுமையா. பிரசன்னம் பிரசன்னம் தேவ பிரசன்னம், பிரசன்னம் பிரசன்னம் தேவ பிரசன்னம். இன்னும் உன்னை அறியணமே, இன்னும் கிட்டி சேரணமே. இன்னும் உம்மை அறியணமே,
നായകരെ കൈവിടാത ദൂയവരെ കരം പിടിത്ത നായകരെ കൈവിടാത ദൂയവരെ പ്രസന്നം പ്രസന്നം ദേവ പ്രസന്നം 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 ദേവ പ്രസന്നം രാജാവും പ്രസന്നം പോതുമയ്യാ എപ്പോതും എനിക്ക് പോതുമയ്യാ രാജാവും പ്രസന്നം പോതുമയ്യാ എപ്പോതും എനിക്ക് പോതുമയ്യാ പ്രസന്നം പ്രസന്നം ദേവ പ്രസന്നം 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 ദേവ പ്രസന്നം. അതേ കർത്താവേ, അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ നൽകിയിട്ട് നിങ്ങളെ മാനിക്കണമേ. അങ്ങയുടെ പ്രസന്നം കർത്താവിന്റെ സാന്നിധ്യം അങ്ങയുടെ സാമീപ്യം ഞങ്ങൾ കർത്താവ് സ്തോത്രം അതിൽ എല്ലാ നന്മകളെയും കൊണ്ടുവരുന്നതായിരിക്കുക നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം കർത്താവയുടെ ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പാടുവാനും ആരാധിപ്പാനും ദൈവവചനം ധ്യാനിപ്പാനും എല്ലാം കർത്താവ് നിങ്ങളെ സഹായിക്കുന്നു. जिंदगी समय भी हमारे पूरे तरह आपके चरणों में समर्पण करते प्रभु आप आराधना करने के लिए स्तुति करने के लिए हमारे सहायता करिए. हालेलुया. ഇന്ന് പകൽക്കാലത്തെ ആരാധന മലയാളത്തിലായിരിക്കും. വചനം മാത്രം തമിഴ് ഹിന്ദി മലയാളം എല്ലാ പാട്ടുകളും പാടുന്നു. आज की आराधना जो है मलयालम और हिंदी होंगे. ये सारे गाना हम मिलकर गाएंगे. हम परमेश्वर को स्तुति करेंगे. നമുക്ക് ആദ്യം ഒരു ഹിന്ദി പാട്ട് പാടാം. അതിനുശേഷം തമിഴ് മലയാളം പാട്ടുകളൊക്കെയും പാടി ദൈവത്തെ ആരാധിക്കുക. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ ഭവനത്തിലിരുന്ന് ദൈവത്തെ പാടി ആരാധിച്ച് ഞങ്ങളോടുകൂടെ ചേർന്ന് സ്തുതിച്ചു. आज इनके समय भी हम एक पहले हिंदी गाना गाएंगे, उसके बाद तमिल और मलयालम सारे गाएंगे. हम जहाँ पे आप हो आप वहाँ पे परमेश्वर की स्तुति और आराधना हमारे साथ कीजिए. हालेलुया. आवाज उठाएंगे हम साथ बजाएंगे यीशु महान अपना ये गीत सुनाएंगे. आवाज उठाएंगे हम साथ बजाएंगे यीशु महान अपना ये गीत सुनाएंगे.
का दिल तेरा कशाना है, एक बात मुगाबत का आपा न सका कोई, सागर है तुल्बत का हम तेरी मुगाबत से दिल अपना सजाएंगे। तेरी सुमहा
लॉर्ड जीसस। परमेश्वर आपको धन्यवाद, हालेलुया, धन्यवाद 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 धन्यवाद। தமிழ் பாட்டு கூட பாடாம் പരിശുദ്ധാത്മാവിനാൽ നിറക്കുവാൻ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുവാൻ ദൈവങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് कमल गीत और गाएंगे, पवित्र आत्मा से भरने के लिए हम प्रार्थना करेंगे और पवित्र आत्मा से भरते हुए हम एक गाना गाएंगे, परमेश्वर का स्तुति करेंगे। हालेलुया, थैंक यू लॉर्ड जीसस। நிரப்புங்கப்பா உங்க வல்லமையாலே, என்ன நிரப்புங்கப்பா உங்க அக்கினியாலே, என்ன நிரப்புங்கப்பா உங்க வல்லமையாலே, என்ன நிரப்புங்கப்பா உங்க அக்கினியாலே, நிரப்பிடுங்க என்ன நிரப்பிடுங்க, ஆவியினாலே நிரப்பிடுங்க, நிரப்பிடுங்க என்ன நிரப்பிடுங்க, வல்லமையாலே நிரப்பிடுங்க, நிரப்பிடுங்க என்ன நிரப்பிடுங்க, ஆவியினாலே நிரப்பிடுங்க, நிரப்பிடுங்க என்ன நிரப்பிடுங்க, வல்லமையாலே நிரப்பிடுங்க, நிழலை தொடுவோம் சுகத்தை பெறணும், வலிமை தொடுவோம் அற்புதம் பெறணும், நிழலை தொடுவோம் சுகத்தை பெறணும், நன்மை தொடுவோம் அற்புதம் பெறணும், பேதுரு போல் என்னை நிரப்பிடுங்க, பவுலை போல் பயன்படுத்திடுங்க, பேதுரு போல் என்னை நிரப்பிடுங்க, பவுலை போல் பயன்படுத்திடுங்க, நிரப்பிடுங்க என்னை நிரப்பிடுங்க, ஆவியினாலே நிரப்பிடுங்க, நிரப்பிடுங்க என்னை நிரப்பிடுங்க, வல்லமையாலே நிரப்பிடுங்க, நிரப்பிடுங்க என்னை நிரப்பிடுங்க, ஆவியினாலே நிரப்பிடுங்க, நிரப்பிடுங்க என்னை நிரப்பிடுங்க, வல்லமையாலே நிரப்பிடுங்க, காலியான பாத்திரமாக வாழ்ந்த வாழ்க்கை முடிவுக்கு வரணும், காலியான பாத்திரமாக வாழ்ந்த வாழ்க்கை முடிவுக்கு வரணும், மூழ்கணமே நான் மூழ்கணமே, ஆவி நதியிலே மூழ்கணமே, நிரம்பணமே நான் நிரம்பணமே, பரிசுத்த ஆவியால் நிரம்பணமே, நிரம்பணமே நான் மூழ்கணமே, ஆவி நதியிலே மூழ்கணமே, நிரம்பணமே நான் நிரம்பணமே, பரிசுத்த ஆவியால் நிரம்பணமே, நிரப்பிடுங்க என்ன நிரப்பிடுங்க, ஆவியினாலே நிரப்பிடுங்க, நிரப்பிடுங்க என்ன நிரப்பிடுங்க, வல்லமையாலே நிரப்பிடுங்க, நிரப்பிடுங்க என்ன நிரப்பிடுங்க, ஆவியினாலே நிரப்பிடுங்க, நிரப்பிடுங்க என்ன நிரப்பிடுங்க, வல்லமையாலே நிரப்பிடுங்க, பெருவெல்லாமும் அக்கினி நதியே என்னை கொண்டு பாய்ந்திடச் செய்யும், பெருவெல்லாமும் அக்கினி நதியே என்னை கொண்டு பாய்ந்திடச் செய்யும், செய்திடுங்க ஐயா செய்திடுங்க, நதியாய் பாய்ந்திடச் செய்திடுங்க, செய்திடுங்க ஐயா செய்திடுங்க, நதியாய் பாய்ந்திடச் செய்திடுங்க, நிரப்பிடுங்க என்னை நிரப்பிடுங்க, ஆவியினாலே நிரப்பிடுங்க,
ഹല്ലേലൂയ കർത്താവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു. We praise you Jesus. Hallelujah, hallelujah, hallelujah. മലയാളം പാട്ടുകൂടെ പാടാം. കഴിഞ്ഞ നാളുകൾക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കുമായി ഹല്ലേലൂയ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. पिछले दिनों में परमेश्वर ने हमारे जीवन में दिए हुए सारे आशीषों को याद करते हुए परमेश्वर का स्तुति करें. നന്മകളെ ഹല്ലേലൂയ പറഞ്ഞിരുവാൻ നമുക്ക് ഹല്ലേലൂയ നാവ് ഇതുപോരാ, നാളുകൾ ഇതുപോരാ, ആയുസ്സും നമുക്ക് ഇതുപോരാ. हालेलुया. उनके भलाइयों के अगर गिनना है तो हमारे जीवन काफी नहीं है, हमारे मुंह काफी नहीं है, हमारी बातें हमारी मुंह से निकलने वाला हर एक बात जो है कम पड़ेगा परमेश्वर को. ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. परमेश्वर को स्तुति करेंगे. हालेलुया. Praise you. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറയുക. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാളിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. യേശുവേ നാളിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. ഓഹോ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ആമേൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാളിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. യേശുവേ നാളിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ആമേൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാളിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. യേശുവേ നാളിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. പാപിയമെന്നെ നേടുവാൻ യേശു കാൽവരിയിൽ തന്നെ, പാപിയമെന്നെ നേടുവാൻ യേശു കാൽവരിയിൽ തന്നെ. ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ആ ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ആമേൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത
ആയുസ് മുഴുവൻ നമ്മൾ ദൈവത്തെ സ്തുതിച്ചാലും മതിയാകില്ല. അത്രത്തോളം നന്മകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. परमेश्वर ने हमारे जीवन में दिया हुआ वो सारे आशीषों को गिनेंगे तो हमारे जीवन काफी नहीं है. हमारे जिंदगी हमारे बातें सारे परमेश्वर के लिए काफी नहीं है. നമ്മളോട് പറഞ്ഞ ലോകാസവൻ അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. परमेश्वर ने वायदा दिया है कि ये दुनिया के अंत तक मैं तुम्हारे संग रहूंगा. ഹല്ലേലൂയ. അവൻ വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്തവൻ. वो वायदा किया है तो वो उसे हटेंगे नहीं. ഹല്ലേലൂയ. എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും ഏകനായി മരിയാത്രയിൽ നാം സഞ്ചരിച്ചാലും ഹല്ലേലൂയ നമുക്ക് വേണ്ടി സ്വർഗ്ഗദൂതന്മാർ ഇറങ്ങി വരുന്നു. कोई भी मुसीबत परेशानी हमारे सामने आए तो हमें डरने की जरूरत नहीं है क्योंकि वो वायदा किया हुआ परमेश्वर हमारे साथ संग चलेगा. നമ്മളോട് കൂടെ അവൻ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അവൻ നമ്മോട് കൂടെ തന്നെ ഇരിക്കും. हमारे साथ रहेंगे करके वायदा किया तो हमारे साथ ही रहेंगे. സൂര്യന്റെ താഴ്വരയിൽ ഞാൻ നടന്നാലും ഭയപ്പെടുകയില്ല, കാരണം യഹോവ എന്റെ ഇടയനാണ്. उस घोर अंधेर की तराई में होके चले तो भी मैं डरूंगा नहीं क्योंकि परमेश्वर मेरे साथ है. മൗനമായി നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കാം. हम धीमे से परमेश्वर को स्तुति करें. Praise हालेलुया Hallelujah. वादा किया यीशु, वादा किया तेरे साथ रहूंगा सदा. वादा को कभी न भूलेगा वो, मेरे साथ सदा रहेगा. वादा को कभी न भूलेगा वो, मेरे साथ सदा रहेगा. हाँ कितना अच्छा है ये जिंदगी, दर्द तो बिल्कुल मुझे है नहीं. स्वर्गीय दूत मेरे चारों घेर कर खड़े हैं सर्वदा. गाऊंगा मैं अपनी जिंदगी भर धन्यवाद और स्तुति करूंगा. गाऊंगा मैं अपनी जिंदगी भर धन्यवाद और स्तुति करूंगा. जिंदगी के परेशानियों में दर्द बढ़ता रहा. जीवन का जल देकर तृप्त किया, मुझे आशीषों से भर दिया. जीवन का जल देकर तृप्त किया, मुझे आशीषों से भर दिया. हाँ कितना अच्छा ये जिंदगी, डर तो बिल्कुल मुझे है नहीं. स्वर्गीय दूत मेरे चारों घेर कर
ജീവന്റെ നീർ വരും ആ ക്ഷണത്തിൽ തൃപ്തനായി നടത്തുമവേ. ഓ ജീവന്റെ നീർ വരും ആ ക്ഷണത്തിൽ തൃപ്തനായി നടത്തുമവേ. ഹല്ലേലൂയ. ആനന്ദമേ ജീവിതം ജീവിതമില്ല ജീവിതം കാവലിനായി തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരിക്കും എപ്പോഴും. പാടുവൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. പാടുവൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. പാടുവൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. മാറാത്തവൻ വാക്ക് മാറാത്തവൻ കൂടെ ഉണ്ടെന്നരുൾ ചെയ്തവൻ. മാറുകില്ല വാക്ക് മാറുകില്ല ഒരു നാളിലും കൈവിടില്ല. യേശു മാറുകില്ല വാക്ക് മാറുകില്ല ഒരു നാളിലും കൈവിടില്ല. ആയത്രയാനന്ദമേ ജീവിതം ജീവിതമില്ല ജീവിതം കാവലിനായി തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരിക്കും എപ്പോഴും. പാടുവൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും. ആരാധിക്കുവാൻ வாழ்நாள் முழுவதும் நம்மை துதித்து பாடுவேன். ஆராதிப்பேனானவரே ஸ்தோத்திரம். உங்க நன்றி செலுத்துகிறோம் ஐயா. ஸ்தோத்திரம் அப்பா. ஸ்தோத்திரம் ஆண்டவரே. നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ യേശുവേ. അങ്ങേ സ്തുതിക്കുന്നു നാഥാ. ഓ ജീസസ്. संगीत 119वां भजन संगीत हम पढ़ेंगे. Hallelujah, thank you Lord Jesus. Psalms 119 verses from 41 to 72. भजन संगीता हम पढ़ेंगे 119वां भजन संगीता उसका 41 से लेके 72 तक पढ़ेंगे. 41 से ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്തു വെച്ചുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് വായിച്ചാട്ട് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് വേണ്ടി വായിച്ചു നൽകൂ. आपके पास अगर परमेश्वर का वचन हाथ में है तो उसको खोलिए और हम आपके लिए पढ़ेंगे और हमें इंग्लिश में पढ़ा जाएगा. अब जो भाषा में आपके पास वचन है उसको खोलिए और उसमें पढ़ते रहिए. 41 से लेकर 72 तक. 119वां भजन संगीता उसका 41 से 71 तक 72 तक. Psalms 119 from 41. Let your mercies come also to me, O Lord, your salvation according to your word. So shall I have an answer for him who reproaches me. For I trust in your word, and take not the word of truth utterly out of my mouth. For I have hoped in your ordinances. So shall I keep your law continually, forever and ever. And I will walk at liberty, for I seek your precepts. I will speak of your testimonies also before kings, and will not be ashamed. And I will delight myself in your commandments, which I love.
My hands also I will lift up to your commandments, which I love, and I will meditate on your statutes. Remember the words of your servant. Remember the word of your servant, upon which you have caused me to hope. This is my comfort in affliction, in my affliction, for your word has given me life. The proud have me in great derision, yet I do not turn aside from your law. I remembered your judgments of old, O Lord, and have comforted myself. Indignation has taken hold of me because of the wicked who forsake your law. Your statutes have been my songs in the house of my pilgrimage. I remember your name in the night, O Lord, and I keep your law. This has become mine because I have kept your precepts. You are my portion, O Lord. I have said that I would keep your words. I entreated your favor with my whole heart. Be merciful to me according to your word. I thought about my ways and turned my feet to your testimonies. I made haste and did not delay to keep your commandments. The cords of the wicked have bound me, but I have not forgotten your law. At midnight I will rise to you, give thanks to you, because of your righteous judgments. I am companion of all who fear you, and of those who keep your precepts. The earth, O Lord, is full of your mercy. Teach me your statutes. Amen. Amen. Hallelujah. कर्ताव നമുക്ക് നൽകി തന്ന നല്ല വചനങ്ങൾക്കായി നമുക്ക് കരങ്ങളിൽ സ്തോത്രം ചെയ്യാം. परमेश्वर ने हमारे लिए दिए हुए अच्छे वचन के लिए हाथ उठा के हम परमेश्वर को धन्यवाद करेंगे. Hallelujah. Praise the Lord. കർത്താവേ सब लोग बैठिए. Hallelujah. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം വീണ്ടും കർത്താവിനെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ വലിയ ദൈവം നമുക്ക് വീണ്ടും ഒരു സാവകാശം ഒരുക്കി തന്നല്ലോ. എൻ്റെ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. परमेश्वर ने हमारे जीवन में एक और अच्छा मौका दिया है कि आपकी हम उनको स्तुति करें और आराधना करें. Hallelujah. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ തമിഴ് മലയാളത്തിലായിരുന്നു ആരാധന. पिछले हफ्ते हमने तमिल और हिंदी में आराधना किया था. ഞാൻ വചനം ശുശ്രൂഷിച്ചത് തമിഴിലായിരുന്നു. ഈ ആഴ്ചയിൽ നമ്മുടെ മലയാളികളുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ, അവരൊക്കെയും കാണുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് മലയാളത്തിലും വചനത്തെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നു. മലയാളം ഹിന്ദി ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നു. आज के समय में मलयालम में होंगे प्रचार, उसको हिंदी में ट्रांसलेट किया जाए. हालेलुया. നമുക്ക് എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കാം. सबसे पहले हम सारे बातों के लिए प्रार्थना करेंगे. തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾ എല്ലാവർക്കും വേണ്ടി. सारी बातों के लिए हर किसी के लिए आप हर दिन प्रार्थना करना है. നമ്മുടെ സഭയായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. कलीसिया के हर एक परिवार के लिए हम हर दिन प्रार्थना करते हैं. നിങ്ങൾ ആരെയും നിങ്ങൾ മറക്കുന്നില്ല. ഞങ്ങൾക്ക് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും പ്രാർത്ഥനയിൽ 2 മുതൽ 4 വരെ നമ്മൾ പ്രാർത്ഥനയിലിരിക്കും. ये आराधना के बाद फिर से हम 2 बजे से प्रार्थना में बैठेंगे. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ സമയത്തും നിങ്ങൾ എല്ലാവരും പ്രത്യേക സഭയുള്ള എല്ലാ കുടുംബങ്ങളെയും പ്രത്യേക സഭയിലുള്ള കുടുംബങ്ങളെ പ്രത്യേക മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെ ആരെയും നിങ്ങൾ മറക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങളോട് ഫോണിൽ കൂടെയോ മറ്റുള്ള രീതിയിൽ കോൺടാക്ട് ചെയ്യാൻ ഞങ്ങൾ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ ഞങ്ങളുടെ പ്രാർത്ഥനകളിലെല്ലാം നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞങ്ങളെ തുറന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. हर एक परिवार के लिए, खासकर उन लोगों के लिए जो हॉस्पिटल में काम करते हैं, उनके लिए हम खासकर प्रार्थना करते हैं. आपसे हर दिन बात नहीं हो पा रहे होंगे, लेकिन हर दिन आपकी याद करते हैं अपने निजी प्रार्थना में और ग्रुप प्रार्थना में सब प्रार्थना करते हैं. നേരിട്ട് കാണുവാൻ കഴിയുന്നില്ല എന്നുള്ള ഭാരം നിങ്ങൾക്ക് വേണ്ട. ദൈവം അനുവദിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് വീണ്ടും ഒരുമിച്ച് കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. हम आमने सामने मिल नहीं पा रहे, इसलिए कोई प्रेरित होने की जरूरत नहीं है, क्योंकि हम जल्दी से जल्दी आपस में मिलकर परमेश्वर को स्तुति करेंगे. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കും. ദൈവം നമ്മളെ ധാരാളമായി സ്നേഹിക്കും. परमेश्वर हमें बहुत ऐसे आशीष करते हैं और बहुत ज्यादा प्यार भी करते हैं. അവൻ നമ്മളെ ഒരു നാളും കൈവിടുകയില്ല. वो कभी हमें त्यागेगा नहीं. അവൻ നമ്മുടെ നല്ല പിതാവാണ്. वो अच्छा पिता है. ഭൂമിയിലുള്ള ഒരു പിതാവ് തന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതിനേക്കാളൊക്കെ ഉപരിയാണ് ദൈവമായ പിതാവ് നമ്മെ സ്നേഹിക്കും. इस पृथ्वी का जो हमारे जो शारीरिक पिता जो जितना हमसे प्यार करते हैं, उससे बढ़कर हमारे स्वर्गीय पिता हमसे प्यार करते हैं. പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ മാതാവോ പിതാവോ നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ നിങ്ങളുടെ കൂട്ടുകാരോ ആരും നിങ്ങളുടെ കൂടെ കാണുകയില്ല. जब कभी कोई परेशानी जब आपके सामने आते हैं, तो आपके जो माता पिता या कोई पति पत्नी आपके साथ शायद नहीं हो सकते. ഒരുപക്ഷെ നിങ്ങളുടെ പാസ്റ്റർ, നിങ്ങളുടെ ബിഷപ്പ്, നിങ്ങളുടെ പ്രീസ്റ്റ് ആരും നിങ്ങളെ കാണുവാൻ നിങ്ങളുടെ കൂടെ കാണില്ല. शायद आपके जो पासवान लोग या आपको अगुवाई करने वाला कोई भी आपके साथ उस समय नहीं होंगे. എന്നാൽ വാക്ക് പറഞ്ഞ ദൈവം നിങ്ങളോട് കൂടെ. लेकिन वायदा किया हुआ परमेश्वर आपके साथ सदा है. സങ്കീർത്തനക്കാരൻ 23-ാം സങ്കീർത്തനം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ മരണ ഇരുളിന്റെ താഴ്വരയിൽ കൂടെ നടന്നാലും ഭയപ്പെടുകയില്ല. क्योंकि भजन संहिता लिखने वाला उसके 6वां आयत में ऐसे लिखा है कि मैं घोर अंधेर की तराई में होके चलूं तो भी मैं डरूंगा. കാരണം
ദൈവം ഇടയനായി നിന്റെ കൂടെ. क्योंकि परमेश्वर एक चरवाहा बन के मेरे साथ. ഹല്ലേലൂയ. ഇടയൻ തന്റെ ആടുകളെ വഴി നടത്തുന്നു. एक चरवाहा अपने भेड़ों को चलाते हैं. ആടുകൾക്ക് മുമ്പായി അവൻ കടന്നുപോകും. वो अपने भेड़ों के आगे चलते हैं. ഏതെങ്കിലും ഒരു ആടിന് നടക്കുവാൻ കഴിയില്ലെങ്കിൽ ആടിനെ തന്റെ ചുമലിൽ തൂക്കിയിട്ട് അവൻ ആടിനെ വഹിച്ചുകൊണ്ട് പോകും. उसमें से एक भेड़ अगर चल नहीं पा रहा है, अगर बीमार है, वो आगे बढ़ नहीं पा रहा, तो वो अपने कंधों में उठा के उसको ले चले എത്ര चलते हैं. മനോഹരമായ ഒരു സങ്കീർത്തനമാണ് 23 कितना सुंदर एक भजन संहिता है. ധ്യാനിക്കുമ്പോഴൊക്കെ നമുക്ക് ദൈവത്തിന്റെ നടത്തിപ്പ്, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ സ്നേഹം എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. जब उसको मनन करेंगे तो परमेश्वर की वो प्यार और वो दया करना हमारे ऊपर कितना है करके हम समझ सकते അതുപോലെ हैं. തന്നെയാണ് നമ്മൾ വായിച്ച 119 സങ്കീർത്തനവും അനേക ഭാഗങ്ങളായി ചെറിയ ചെറിയ പീസുകളായി ചെറിയ ഭാഗങ്ങളായിട്ടാണ് സങ്കീർത്തനത്തെ വിഭജിച്ചിരിക്കുന്നത്. आज सुबह भी हमने जो पढ़ा 119 भजन संहिता में छोटा छोटा टुकड़ा बना के लिखा हुआ है. അത് എബ്രായ ഭാഷയിലുള്ളതായിരിക്കുന്ന ആൽഫബറ്റ്സുകളുടെ ഓർഡറിലാണ് അതിനെ ചെയ്തിരിക്കുന്നത്. എബ്രായ ഭാഷയിലുള്ള ആലേഫ് മുതലുള്ളതായിരിക്കുന്ന ആൽഫബറ്റ്സിന്റെ ഓർഡറിൽ തീരുന്നിടം വരും. എത്ര ആൽഫബറ്റ്സ് ഉണ്ടോ അത്ര ആൽഫബറ്റ്സിന്റെ ടൈപ്പിലാണ് സങ്കീർത്തനം ക്രമീകരിച്ചത്. कोई इब्रानी भाषाओं के जितने भी वर्ड अल्फाबेट्स है उसके अनुसार वो लिखा गया. അതിനകത്ത് ദൈവത്തിന്റെ വചനവും വചനത്തോട് ചേർന്ന് നിൽക്കുന്നവരും അല്ലെങ്കിൽ വചനത്തെ അനുസരിക്കുന്നവരും വചനത്തെ സ്നേഹിക്കുന്നവരുടെയും ജീവിതത്തിലുള്ള നന്മകളെ കുറിച്ചാണ് ആ സങ്കീർത്തനം മുഴുവൻ പറയുന്നത്. वो पूरे भजन संहिता में उसके बारे में लिखा है जो परमेश्वर के भजन के ऊपर इच्छा रखने वाला, उसके अनुसार चलने वाला है, उसके साथ रहने वाले के जीवन में क्या होता है करके लिखा है. ദൈവത്തിന്റെ വചനം അവിടെ ദീപമാണെന്നും പ്രകാശമാണെന്നും നമ്മുടെ വഴികൾക്ക് വഴികാട്ടിയാണെന്നും നമുക്ക് കാണാൻ കഴിയും. वहाँ पे लिखा है परमेश्वर का वचन हमारे पाँव के लिए दीप है करके, वो हमारे रास्ता के लिए रोशनी है करके बताता है. അത് മാത്രമല്ല ദൈവത്തിന്റെ വചനം നമ്മളെ ബുദ്ധിമാനാക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. वो काफी नहीं है, वो परमेश्वर के वचन हमें बुद्धिमान बनाता है करके लिखा है. ദൈവവചനം പ്രമാണിക്കുന്ന ഒരുവന്റെ ജീവിതത്തിൽ ദൈവം അവനോട് കൂടെ ഇരിക്കുന്നു എന്ന് നമുക്ക് 119 സങ്കീർത്തനത്തിൽ കാണാൻ കഴിയും. परमेश्वर के वचन का जो पालन करते हैं वो परमेश्वर के साथ रहता है करके हम देखते हैं. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നത് കൊണ്ട് അവൻ വിശാലതയിൽ നടക്കുന്നത് കാണുവാൻ കഴിയും. पिछले हफ्ते हमने सीखा था कि जो कोई परमेश्वर के वचन को मनन करता है या उसका पालन करता है वो बड़े श्रेष्ठ जगहों में या ऊंचे स्थल में वास करेगा करके हमने देखा. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മളെ ദൈവത്തിന്റെ വചനത്തിൽ തന്നെ പറയുന്നുണ്ട് ദൈവത്തിന്റെ വചനത്തിന് ബന്ധനമില്ല. there is no bondage in the word of God. परमेश्वर के वचन के अंदर कोई बंधन नहीं है. ആ വചനം ചെല്ലുന്നിടത്തൊക്കെയും അത് ബന്ധനങ്ങളെ ശത്രുവിന്റെ കെട്ടുകളെ തകർക്കും പൊട്ടിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും. जहाँ जहाँ वचन पहुँचता है वहाँ पे सारे बंधन को सारे जुओं को तोड़ डालेगा करके हम देखते हैं. വചനത്തിന് വലിയ ശക്തിയുണ്ട്, വല്ലമയുണ്ട്. क्योंकि परमेश्वर के वचन के अंदर बहुत सामर्थ्य है. ആ വല്ലമ ആ ശക്തിയാണ് നാം തിരിച്ചറിയേണ്ടത്. वो परमेश्वर के वचन की सामर्थ्य और शक्ति को हमें समझना है. 119 സങ്കീർത്തനത്തിന്റെ ഓരോ ഭാഗമാകും എടുത്ത് വായിച്ചാൽ ദൈവവചനം പ്രമാണിക്കുന്നവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന നന്മകളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. 119 भजन संहिता एक एक टुकड़े को लेके अगर पढ़ेंगे तो हमें पता चलेगा कि परमेश्वर के ऊपर विश्वास रखने वाले, परमेश्वर के वचन का पालन करने वालों के जीवन में परमेश्वर क्या क्या करता है. ദൈവവചനം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. परमेश्वर का वचन परमेश्वर ही है. അപ്പൊ ദൈവത്തിന്റെ വചനത്തെ പാലിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുക എന്നാണ് അർത്ഥം. इसका मतलब है परमेश्वर के वचन का अगर आप पालन करते हो तो आप परमेश्वर का बातों को मानते हैं. ദൈവവചനത്തെ നമ്മൾ അനുസരിക്കുന്നത് മൂലം ദൈവത്തിന് നമുക്ക് മാനം കൊടുക്കുന്നു, മഹത്വം കൊടുക്കുന്നു, അവന് സകല സ്തുതിയും പുകഴ്ചയും ആരാധനയും എല്ലാം നമ്മൾ കൊടുക്കുന്നു. അവന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ അതുപോലെ കൊടുക്കുകയാണ് ദൈവത്തെ നാം ദൈവവചനത്തെ നാം അനുസരിക്കുമ്പോൾ. परमेश्वर का वचन का पालन करने का मतलब है परमेश्वर को आदर करते हैं, मानते हैं, उनकी बातों को, उनके वचन को पालन करते ആ हैं. വചനം അനുസരിക്കുന്നവരാരും ലജ്ജിച്ചു പോകത്തില്ല. उनके वचन का पालन करने वाला कोई भी कभी लज्जित नहीं അതുകൊണ്ട് होगा. ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഇല്ലയോ എന്ന് ഭാരപ്പെട്ട് നിങ്ങൾ പ്രയാസപ്പെടരുത്, നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ലയോ എന്ന് പ്രയാസപ്പെടരുത്. മനുഷ്യൻ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിലും സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ ശ്രദ്ധിക്കും. आपको ऐसे चिंता करने की कोई जरूरत नहीं है. जब कोई परेशानी आ जाए तो आपके साथ कोई नहीं है करके, क्योंकि परमेश्वर कोई आपको ध्यान दे या ना दे, आप कोई आपके साथ दे या ना दे, लेकिन परमेश्वर जो स्वर्गीय पिता आपके साथ हमेशा है. നമ്മളൊരു പാട്ട് പാടി എല്ലാ വഴികളും ശത്രു അടച്ചാലും ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഒരു വഴി അറിയുന്നു. हमने अभी गाना भी गाया है, हर एक रास्ता अगर शैतान शत्रु आपके सामने बंद करके रख देगा भी तो भी परमेश्वर अपने स्वर्ग से हमारे लिए एक रास्ता खोल ഒരു देगा. വഴിയും നമ്മുടെ മുമ്പിൽ ഇല്ലെന്ന് വിചാരിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി പുതുവഴി തുറക്കും.
आपके सामने कोई भी रास्ता नहीं है करके आप चिंतित मत होइए, आप कभी निराश मत होइए, क्योंकि परमेश्वर यीशु मसीह आपके लिए रास्ता खोल रहे हैं। യോഹന്നാൻ ദൈവം കൊടുത്ത വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ കയ്യിൽ ഒരു താക്കോലുണ്ട്. क्योंकि यूहन्ना को दिया हुआ उस प्रकाशन की उस किताब में प्रकाशित वाक्य में हमने देखा है कि उनके हाथ में एक चाबी है, അധികാരത്തിന്റെ താക്കോലാണ്, वो एक अधिकार की कुंजी है, ശക്തിയുടെ താക്കോലാണ്, वो सामर्थ्य की कुंजी है, മരണത്തെയും പാതാളത്തെയും ജയിക്കുന്ന താക്കോലാണ്. वो मृत्यु और अधोलोक को जीतने वाला कुंजी है। ഈ ഭൂമിയിലുള്ള സകല ശക്തികളെയും ജയിക്കുവാൻ കഴിവുള്ള ഒരു താക്കോലാണ് അവന്റെ കയ്യിൽ. इस पृथ्वी के सारे ताकत और सामर्थ को तोड़ने वाली कुंजी है। അത് ശത്രു എന്തെല്ലാം വലിയ പൂട്ടുകൾ കൊണ്ട് പൂട്ടിയാലും ആ പൂട്ടിനെ പൊട്ടിച്ചു കളയുവാൻ അല്ലെങ്കിൽ ഈ തുറന്നു കളയുവാൻ കഴിവുള്ള ഒരു താക്കോലാണ് അവന്റെ वो കയ്യിൽ. चाबी के अंदर ऐसा सामर्थ्य है कि कोई भी जितने बड़े ताला से कोई बंद कर दे, कोई कितनी भी परेशानी आपके सामने आ जाए, उसको खोलने का सामर्थ्य उस कुंजी के अंदर है। വചനം പറയുന്നു, അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല, അവൻ അടച്ചാൽ ആർക്കും തുറക്കുവാനും കഴിയില്ല. क्योंकि हम वचन में पढ़ते हैं, यीशु ने खोल दिया तो कोई बंद नहीं करेगा, यीशु ने बंद कर दिया तो कोई खोल भी नहीं पाएगा। ഹല്ലേലൂയ. അത്ര സർവ്വശക്തിയുള്ളവനായ ദൈവമാണ് നമ്മുടെ കൂടെ. उतना सामर्थ भरा हुआ परमेश्वर है हमारे അവൻ साथ। അവന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ തുറക്കുവാൻ പോവുകയാണ് വഴികൾ. वो अपने बच्चों के लिए एक रास्ता खोलने जा रहा है। പുതിയ വഴികൾ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ പോകും. एक नया रास्ता परमेश्वर आज के समय आपके लिए നിങ്ങൾ खोलने वाला है। ഏകനാണല്ലോ, ഏകയാണല്ലോ, നിങ്ങളുടെ കൂടെ ആരുമില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമേ ഇല്ല. आप अकेला है करके कभी चिंतित ना करिए। ഫറവോൻ നിങ്ങളുടെ പുറകിൽ വരട്ടെ, സൈന്യങ്ങൾ വരട്ടെ, ഇരുപക്കവും മലകൾ ഉണ്ടാകട്ടെ, മുമ്പിൽ ചെങ്കടൽ ഉണ്ടാകട്ടെ, ഭയപ്പെടേണ്ട, അവൻ നിങ്ങളോട് കൂടെ ഉണ്ട്. क्योंकि फरो तुम्हारे पीछे आ जाए, आपके सामने लाल समुद्र हो या अगल बगल में बहुत बड़ा ऊंचे पहाड़ हो, तो आपको डरने की जरूरत नहीं। ഹല്ലേലൂയ. അവൻ നിങ്ങളെ കരങ്ങളിൽ വഹിച്ചു, वो आपके हाथों में लेके അവൻ चल रहा നിങ്ങളെ തോളിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. है। वो आपको कंधों में उठा के लेके चल रहा അവൻ ചില വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ है। वो പോവുകയാണ്. कोई रास्ता आज एक नया रास्ता आपके लिए നിങ്ങളിപ്പോൾ खोल रहा है। അനുഭവിക്കുന്ന മാനസികപരമായിട്ടുള്ള ഭാരം, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രയാസം, നിങ്ങളുടെ ഡ്യൂട്ടിയിലെ പ്രയാസങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ പിശാച് കൊണ്ടുവരുന്നതായ ചിന്തകൾ എല്ലാം ദൈവം എടുത്തു കളയുവാൻ പോകും. आज आपके मन में जो भी चिंता की बात है, जो आपके मन के अंदर निराशा की बात है, सारे चीज जो आपके जो काम के ऊपर की बोझ है, सब परमेश्वर आज आपके വലിയ दिल से സമാധാനം हटाएगा। ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തരുവാൻ एक പോവുകയാണ്. महान शांति आज परमेश्वर आपके दिल में ചില डालेगा। നാളുകൾ കഴിയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നിങ്ങൾ മറന്നുപോകും. कुछ दिन बीतने के बाद आप जो आज जो परेशानी में थे वो सब आप भूल जाएंगे। നിങ്ങൾ തുള്ളി കുതിച്ചു നടക്കുന്ന ആ മാൻകളെ പോലെ, മാൻ കുഞ്ഞുങ്ങളെ പോലെ നിങ്ങൾ ഓടി ദൈവത്തെ സ്തുതിക്കുവാനിടയാണ്. आप ऐसे उछल कूद करने वाले उस हिरणों के जैसे होंगे जो परमेश्वर को स्तुति करने वाले बने। കർത്താവ് നിങ്ങളുടെ വഴികളെ തുറക്കുകയാണ്. परमेश्वर उसके लिए रास्ता खोल दे। ഹല്ലേലൂയ. അവൻ പറയുന്നു, ഞാനിതാ പുതുവഴികളെ നിങ്ങൾക്ക് വേണ്ടി തുറന്നു. वो कह रहे हैं कि मैं तुम्हारे लिए एक नया रास्ता खोल रहा हूँ। നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. हम थोड़ी देर प्रार्थना करेंगे। നമ്മളെ തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തുള്ള സകല മാനവജാതിക്കും വേണ്ടി പ്രതിയാലെ കോവിഡ്-19 ഈ വൈറസിന്റെ വ്യാപാര ശക്തികളെല്ലാം നിൽക്കുവാൻ ഗുണമായി, ശാസ്ത്രജ്ഞന്മാർക്ക് ദൈവം ബുദ്ധി കൊടുക്കുവാൻ ഗുണമായി, പ്രതിയാൽ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നതായ പ്രിയപ്പെട്ടവരെല്ലാം നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഹോദരന്മാരെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സുരക്ഷിതരായി സൂക്ഷിച്ചു വെക്കുവാൻ ഇന്നുവരെയും അല്ലെ കർത്താവ് രക്തപോട്ടകൾ അവരെ മറച്ചു വെച്ചിരിക്കുന്നതിനാൽ ദൈവത്തിന് നമുക്ക് സ്തുതിക്കാൻ കഴിയും. आज दिन के समय भी हम प्रार्थना करेंगे, जो हर दिन की तरह जो हम आजकल की जो विषय जो महामारी फैल रहा है उसके लिए प्रार्थना करेंगे। उसको जल्दी से जल्दी परमेश्वर एक दवाई देने के लिए या उनके वैज्ञानिक लोगों को बुद्धि और ज्ञान से भरने के लिए हमारे मेडिकल टीम को परमेश्वर ऐसा बुद्धि और सामर्थ्य देने के लिए प्रार्थना करेंगे। നമ്മുടെ കൃഷിക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അവരുടെ കൃഷി, അവരുടേതായ ആ വ്യവസായം അത് വളരുവാൻ, നഷ്ടപ്പെടാതിരിക്കുവാൻ, അത് നമ്മുടെ ആഹാരത്തിന് ആവശ്യമാണ്. हम उनके लिए भी प्रार्थना करेंगे। जो हमारे किसान लोग हैं उनके लिए प्रार्थना करेंगे, हमारे खेती बाड़ी के लिए प्रार्थना करेंगे, ताकि कोई भी खेती बाड़ी जो नाश ना होने पाए, कोई बीमारी दुख संकट से लोग जूझ रहे तो उसका कोई नुकसान उनके ऊपर ना आने पाए करके हम प्रार्थना അവരുടെ ഉழைപ്പ്, അവരുടെ ആ വേല, അവർ ചെയ്യുന്ന അധ്വാനം, അതിന് ഫലം അവർക്ക് ലഭിക്കും. वो लोग जो मेहनत करते हैं वो मेहनत की पूरी कीमत उनको मिलने पाए। നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. हमने आपको पता है पिछले दिनों सारे उनके लिए प्रार्थना की। വലിയ കമ്പനികൾ അവരോട് എഗ്രിമെന്റ് വെച്ച് കുറഞ്ഞ വിലയിൽ അവരോട് വാങ്ങിച്ചു വലിയ വിലയിൽ വിൽക്കുന്ന ഒരു മീഡിയേറ്റേഴ്സ് അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. हमने पिछले दिनों में सारे हमारे देश में ऐसे चल रहा था कि किसानों से लोग माल लेके अपने उनकी चीज़ों को खरीद के वो मीडिएटर्स जो है बड़े दाम लगा के दूसरों को बेच देते। എന്നാൽ സുപ്രീം കോടതി അതിൽ ഇടപെട്ട് അവരുടെ ആ എഗ്രിമെന്റുകളെല്ലാം ക്യാൻസൽ ചെയ്തു. ആ കർഷകന്, കൃഷിക്കാരന് അവൻ്റെ അധ്വാനത്തിന് പറ്റിയ ഫലം, അവൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ പ്രൊഡക്റ്റ് വിൽക്കുവാൻ കഴിയുമെന്നുള്ളതായ ഒരു നിയമം
सुप्रीम कोर्ट इടപെട്ട് കൊണ്ടുവരാനായിട്ട്. लेकिन 2-3 दिन पहले गवर्नमेंट ने एक ऐसा सिस्टम निकाला है कि वो किसान अपने हिसाब से अपने मर्जी के अनुसार वो अपने चीजों को बेच सकते हैं, उनके बीच में कोई लोग नहीं होगा। ദൈവത്തിന് സ്തോത്രം, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. परमेश्वर ने हमारी प्रार्थना सुना, इसलिए धन्यवाद है। എല്ലാ പ്രാർത്ഥനകളും അവൻ കേൾക്കുന്നു. हमारे हर एक प्रार्थना को परमेश्वर सुनते हैं, അതിനെല്ലാം അവൻ ഉത്തരം നൽകും. हर एक प्रार्थना में उत्तर देते हैं। അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം പതറിപ്പോകും. इसलिए आपके विश्वास कम ना होने। നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. हम परमेश्वर के बच्चे हैं, നമ്മൾ അവന്റെ കുഞ്ഞുങ്ങളാണ്. हम उनके അവന് संतान हैं, ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളാണ്. उनके प्यार से भरा हुआ നമ്മുടെ बच्चे हैं। വീട്ടിൽ ചെല്ല പിള്ളേകളുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ നമ്മളെ കൊഞ്ചിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അതുപോലെ ആണ് ദൈവത്തിന്റെ സന്നിധി നമ്മൾ. जो हमारे बच्चे में जो छोटे छोटे नन्हे मुन्ने बच्चे होते हैं, उनको जैसे हम लाड प्यार करते हैं, वैसे परमेश्वर हमसे लाड प्यार ഹല്ലേലൂയ. करते हैं। നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും എല്ലാം ക്ഷമിക്കുന്നു. നമ്മുടെ ബലഹീനതകളെ അറിയുന്ന ദൈവം. हमारे कमजोरियों को जानने वाला परमेश्वर, हमारे सारे कमी घटी को भूलने वाला परमेश्वर, അവൻ നമുക്ക് വേണ്ടി സകലവും ചെയ്യുവാൻ വിശ്വസ്തനായിരിക്കും. वो हमारे लिए सब कुछ करने के लिए तैयार है। അല്പസമയം നമുക്ക് കരങ്ങളെ കോർത്ത് പ്രാർത്ഥിക്കാം. थोड़ी देर हम हाथ जोड़ के प्रार्थना നിങ്ങൾ करें। ഇരിക്കുന്ന ഇടങ്ങളിൽ തന്നെ നിങ്ങളുടെ കണ്ണുകളെ അടച്ചു. जहाँ आप बैठे हो वहाँ पे आप आँख बंद करिए, ഞങ്ങളോട് ചേർന്ന് हमारे साथ मिलिए। ലോകം മുഴുവൻ നടക്കുന്ന ഈ വലിയ ഹല്ലേലൂയ ഈ മഹാമാരിയിൽ നിന്ന് വലിയ വിടുതൽ ദൈവം നയിക്കുവാൻ പറ്റണമാണ്. इस पूरे दुनिया में फैले हुए इस महामारी से परमेश्वर में छुटकारा देने के लिए, പഞ്ചങ്ങളും ഭൂകമ്പങ്ങളും വരാതെ വണ്ണം ദൈവം കാക്കുവാൻ പറ്റണമാണ്. अकाल और भूकंप न आए हुए परमेश्वर हमारी देखभाल करने के लिए, യാതൊരു വിധമായിരിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകാവുന്ന ദൈവം നമ്മളെ സൂക്ഷിപ്പാൻ പറ്റണം. कोई भी तरीके का नुकसान हमारे ऊपर न आने पाए, നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना करें। നമുക്ക് ദൈവരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. हम परमेश्वर के आत्मा നമ്മുടെ समर्पित करें। വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും എല്ലാം ദൈവരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. हमारे बुजुर्ग माता पिताओं को, हमारे छोटे बच्चों को परमेश्वर के हाथ में देंगे। എല്ലാ വിഷയത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. हर एक विषय के लिए प्रार्थना ജോലിയില്ലാതെ करें। ഭാരപ്പെടുന്നവരുണ്ടല്ലോ, ഇപ്പോഴും പലയിടങ്ങളിൽ കടന്നുപോയി ജോലി ചെയ്ത് അവിടെ ജോലികളൊക്കെയും മുടങ്ങിക്കിടന്ന് ഓഫീസുകളൊക്കെയും പൂർണ്ണമായി തുറക്കാതിരിക്കുന്ന ഭാരപ്പെടുന്നവരുണ്ട്. അവർക്ക് വേണ്ടി എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. उनके लिए भी प्रार्थना करेंगे जो जिनके पास आजकल काम नहीं है, बहुत सारे फैक्ट्रियाँ ऑफिस बंद हो गए हैं, जो बाहर जो हम लोग उनके जो रिश्तेदार हैं, सब लोग जो बाहर है, जो NRI बन के रहते हैं, उनके भी काम उनसे छीना गया है, वो अपने घर लौट आए हैं। അവരുടെ വാക്കുകൾ വചനം അവരുടെ വരുമാന മാർഗങ്ങളെല്ലാം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ പറ്റണമായി, പുതുവഴികളെ തുറക്കുവാൻ, ആരെയും ഡീപ്രൊമോട്ട് ചെയ്യാതെ വേണം, എല്ലാവർക്കും സാലറി എല്ലാം പ്രോപ്പറായി കൊടുക്കാൻ വേണം, പ്രൊമോഷൻ കൊടുക്കുവാൻ പറ്റണമായി നമുക്ക് ദൈവരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം പ്രാർത്ഥന. उनके कोई भी किसी का भी कमाई कम ना होने पाए, उनके नए कमाइयाँ होने पाए, उनके नए नौकरियाँ मिलने पाए, किसी को भी काम से नीचे या डीप प्रमोट ना करने पाए कोई, और उनके जो सैलरी मिल रहे थे उसमें से नीचे ना आने पाए, हर किसी को परमेश्वर ऊंचे स्थान में लेके जाने के लिए, उनको ऊंचाई में रखने के लिए हम प्रार्थना ഞങ്ങൾ करेंगे। ഇവിടെ ഇരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെ കോർത്ത് പിടിച്ച് ഞങ്ങളോടുകൂടെ സ്തോത്രം പറഞ്ഞാൽ और जब हम यहाँ पे प्रार्थना करेंगे तो हमारे साथ मिल के आप भी परमेश्वर को धन्यवाद करते रहिए। നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना करेंगे। നിമ്മി പ്രാർത്ഥിക്കും. धन्यवाद प्रभु, धन्यवाद धन्यवाद हालेलुया, धन्यवाद प्रेज़ द धन्यवाद लॉर्ड, धन्यवाद प्रभु, हालेलुया। स्वर्गीय पिता, इस सुंदर समय के लिए हम स्तुति करते हैं प्रभु, हालेलुया। आज के पवित्र दिन की सुबह के समय आपको आराधना और स्तुति करने के लिए हमारे जीवन में आपने एक अच्छा मौका दिया, इसलिए धन्यवाद करते हैं प्रभु, हालेलुया। अपने परिवार समेत, कलीसिया समेत आपके हाथ में समर्पण करते हैं प्रभु, हालेलुया। अभी तक आपने हमें इस महामारी से, दुख संकट से, परेशानियों से हमें बचा के रखा, हमारे हर एक जीवन को आपने संभाला है, इसलिए धन्यवाद करेंगे प्रभु, हालेलुया। हमारे अंदर, हमारे परिवार के अंदर, हमारे पूरे कलीसिया के अंदर कोई भी व्यक्ति कम नहीं हुआ। हम जानने वाले हमारे रिश्तेदारों को, हमारे माता पिताओं को आपने संभाल के रखा, इसलिए हम आपको धन्यवाद करते हैं प्रभु, हालेलुया। आज सुबह के समय भी हम सारे विषयों को लेकर आपके चरणों में आते हैं प्रभु, हमें उत्तर देने वाला परमेश्वर, हमारे सारे परेशानियों से हमें छुटकारा देने वाला परमेश्वर, हमारे सामर्थ्य पिता के सामने हम अपनी विनतियों को लेकर आते हैं प्रभु, हालेलुया। आज सुबह भी उसके ऊपर आप कार्य करिए प्रभु, हालेलुया। हमारे सारे परेशानी से हमें मुक्ति दीजिए प्रभु, हालेलुया। हम उनको लिए खासकर प्रार्थना करते हैं प्रभु, हमारे जो मेडिकल टीम है प्रभु, जो हॉस्पिटल में काम करते हैं प्रभु, हमारे सारे डॉक्टर लोगों के लिए, हमारे सारे नर्स लोगों के लिए प्रार्थना करते हैं प्रभु, हालेलुया। उन लोगों के लिए प्रार्थना करते हैं प्रभु जो सारे साफ सफाई करने वाले लोगों के लिए, सारे खतरा उनके ऊपर है प्रभु, फिर भी वो अपने जीवन को उसको खतरे में रखते हुए पूरे देश की सफाई करते हैं प्रभु, सारे लोगों को सुरक्षा के लिए वो अपने जीवन खतरे में रखे हुए काम कर रहे प्रभु, उनकी सुरक्षा करिए प्रभु परमेश्वर, उनके परिवारों की सुरक्षा करिए प्रभु परमेश्वर, हालेलुया। हम सारे पुलिस वालों के लिए प्रार्थना करते हैं प्रभु, हालेलुया। हर एक की सुरक्षा के लिए वो दिन रात काम कर रहे हैं प्रभु, उनके लिए काम करिए प्रभु, उनकी सुरक्षा करिए प्रभु, हालेलुया। उनके परिवारों को, उनके माता पिताओं को, उनके भाई बहनों को, उनके बच्चों को, उनके हस्बैंड वाइफ को संभालिए प्रभु परमेश्वर, कोई भी हो आप सबके लिए पिता बन के उनके साथ रहिए प्रभु, हालेलुया।
और मीडिया लोगों के लिए प्रार्थना करते हैं प्रभु, समय समय पर हमारे पास जो न्यूज़ लेके आते हैं प्रभु, उनको भी आप बचा के रखिए, उनके जीवन को आप संभालिए प्रभु परमेश्वर। हालेलुया। जो इस महामारी से पूरी तरह छुटकारा पाने के लिए दवाई ढूंढने वाले हर एक वैज्ञानिक लोगों को आपके हाथ में देते हैं प्रभु। हालेलुया। आप उनको बुद्धि और सामर्थ्य से भर दीजिए प्रभु, ताकि एक अच्छा दवा जल्दी से जल्दी इसके लिए मिलने पाए प्रभु। हालेलुया। कोई भी जीवन आगे इसके साथ नष्ट ना होने पाए प्रभु। हालेलुया। कोई भी व्यक्ति मृत्यु में ना जाने पाए प्रभु परमेश्वर। हालेलुया। किसी घर के भी कोई भी व्यक्ति नुकसान या नष्ट न होने पाए प्रभु परमेश्वर। हालेलुया। आपके हाथ में समर्पण करते हैं, क्योंकि हमारा छंगाई आपसे आते हैं प्रभु। हालेलुया। हमारे छंगाई का पिता आप है प्रभु, आपकी लहू हमारी दवाई है प्रभु। हालेलुया। उस लहू के ऊपर हम विश्वास करते हैं प्रभु, हमें मोड़ लेकर आपने खरीदा है प्रभु। हालेलुया। इसलिए हमें कोई नुकसान नहीं आएंगे करके पूरी तरह विश्वास करते हैं प्रभु। हालेलुया। पूरे दुनिया को आपके हाथ में समर्पण करते हैं प्रभु, हर एक जीवन को आपके हाथ में करते हैं प्रभु। हालेलुया। हर एक जीवन जो आपकी सृष्टि है प्रभु। हालेलुया। आप करना और दया उंडेलने वाला परमेश्वर है प्रभु। आज सुबह के समय भी उस महान करना हर एक के ऊपर डालिए प्रभु परमेश्वर। सारे देश को हर एक मुसीबत से खतरों से आप बचा के रखिए प्रभु। हालेलुया। अकाल से बचा के रखिए प्रभु परमेश्वर। हालेलुया। भूकंप से बचा के रखिए प्रभु। हालेलुया। देश में आने वाले हर एक खतरों से आप हमें सुरक्षा दीजिए प्रभु परमेश्वर। आपके बच्चों को आप पंखों तले संभालने वाला परमेश्वर है प्रभु। कोई भी दुख संकट उनके सामने नहीं आएगा करके आपका वायदा है प्रभु। हालेलुया। आप हमें संभालिए प्रभु, हर एक के जीवन को आप संभालिए प्रभु परमेश्वर। हालेलुया। हम किसानों के लिए प्रार्थना करते हैं प्रभु। हालेलुया। वो दिन भर इतनी कड़ी धूप में तेज बारिश में भी अपने खेती बाड़ी में काम करते हैं प्रभु, हमें खाना खिलाने के लिए प्रभु। उनको सामर्थ दीजिए प्रभु। हालेलुया। ताकि वो परेशानी में ना पड़ने पाए प्रभु, वो अपने जीवन में पीछे ना हटने पाए प्रभु, वो कमजोर ना होने पाए प्रभु परमेश्वर। हम आपसे विनती करते हैं प्रभु, उनके अंदर आपके पूरी सामर्थ डालिए प्रभु, ताकि देश के अंदर कोई अकाल ना आने पाए प्रभु। हालेलुया। उनकी कमाई वो खाने पाए प्रभु परमेश्वर। हालेलुया। उनकी मेहनत की कीमत उनको मिलने पाए प्रभु परमेश्वर। हालेलुया। देश के अंदर की हर एक खाने की चीजों को आपके हाथ में देते हैं, हर एक धान को आपके हाथ में देते हैं प्रभु। हालेलुया। गेहूं और चावल को आपके हाथ में देते हैं प्रभु। हालेलुया। हर एक दाल को आपके हाथ में देते हैं प्रभु। हालेलुया। फल सब्जियों को आपके हाथ में देते हैं प्रभु। हालेलुया। पूरे मिल्क प्रोडक्ट को आपके हाथ में देते हैं प्रभु। हालेलुया। कोई भी चीज कम ना होने पाए प्रभु। हमारे गाय भैंस, हमारे भेड़ बकरी, पूरे खेती बाड़ी को सबको आपके हाथ में देते हैं प्रभु। हालेलुया। आप पूरी तरह संभालिए प्रभु, कोई भी चीज इस देश के अंदर कम ना होने पाए, छोटे से लेकर बड़ों तक हर एक को खाना मिलने पाए, कोई भी भूखे न रहने पाए प्रभु। हालेलुया। 2 टाइम कम से कम प्रभु 2 टाइम हर किसी को पेट भर के खाना मिलने पाए प्रभु परमेश्वर, कोई भी भूखे से मरने ना पाए प्रभु परमेश्वर। हालेलुया। सबको आप काम दीजिए प्रभु, जो आजकल जो बहुत लोग ऐसे हैं प्रभु जिनके पास काम नहीं है प्रभु, आप उनको काम दीजिए प्रभु परमेश्वर, क्योंकि हमारे चलाने वाला प्रभु, हमारे अगुआ, हमारे चरवाहा आप ही है प्रभु। हालेलुया। मैं अच्छे जगह में अच्छे खाना मिलने की जगह आप ले चलते हैं प्रभु, अच्छे हरी चराइयों के पास हमें ले चलने वाला परमेश्वर है प्रभु। मैं अच्छे नौकरियां दिलाइए प्रभु परमेश्वर। कोई भी ऐसे लोग मुसीबत संकट से परेशान होकर डिप्रेशन में आके सुइसाइड ना करने पाए प्रभु परमेश्वर, उनके जीवन नाश ना करने पाए प्रभु परमेश्वर। हालेलुया। हर एक परिवार को आप संभालिए। हमारे एनआरआईओ को आप याद करते हैं प्रभु। हालेलुया। उनके पास भी आजकल काम नहीं है प्रभु, बहुत लोग अपने घरों में वापस आए प्रभु, आप उनको काम वापस दिलाइए प्रभु, जहाँ से वो आए उनको वहाँ पे वापस बुलाने पाए, वो काम में लौटने पाए प्रभु परमेश्वर। हर एक जो हमारे देश की जो बिजनेस जो नॉर्मल होने पाए प्रभु परमेश्वर, जो बंद पड़ा हुआ सारे फैक्ट्रियाँ ऑफिस खुलने पाए प्रभु परमेश्वर। हालेलुया। हमारे सारे प्राइवेट सेक्टरों को आपके हाथ में देते प्रभु। हालेलुया। उनको संभालिए प्रभु। बहुत सारे छोटे मोटे लोग काम करते हैं प्रभु, जो दिन भर काम करके अपने घर चलाने वाले, जो हफ्ते भर काम करके अपने कमाई लेने वाले, महीने भर काम करके कमाई लेने वाले, हर किसी को आपके सामर्थ्य भरे हाथों में हम समर्पण करते हैं प्रभु, ताकि उनके जीवन में वो आपके उस भलाई काम होने पाए प्रभु परमेश्वर। हर एक जीवन जो है हमारे सच्चे परमेश्वर को आजकल याद करने पाए प्रभु परमेश्वर, उस सच्चे परमेश्वर के पास आने पाए प्रभु परमेश्वर। जो मूर्तियों की सेवा करते हैं प्रभु, उनके अंदर आप बुद्धि डालिए प्रभु, कि वो सेवा करने वाले मूर्तियों को बचाएंगे नहीं कर सकते। हालेलुया। हमारे सच्चे परमेश्वर यीशु मसीह हमारे लिए अपना जान दिया, हमारे लिए अपने आखिरी खून बहाया हुआ परमेश्वर हमारे बचाएंगे करके विश्वास दीजिए प्रभु परमेश्वर। हालेलुया। भजन को सुनाने वाले हम जहाँ
जहाँ जाते हैं प्रभु आपके वचन को आपके नाम को ऊंचे करने वाले बनने पाए प्रभु परमेश्वर हालेलुया। हमारे सारे कमी घटियों को आप भूल जाइए प्रभु परमेश्वर, हमारे सारे पापों को माफ करिए प्रभु परमेश्वर, आप उस पवित्र लहू से हमें धोइए प्रभु परमेश्वर, ताकि हम और जीवन आगे बढ़ाने पाए प्रभु परमेश्वर, हम अपने आदि जीवन में कम न होने पाए, नष्ट न होने पाए प्रभु परमेश्वर। आजकल जो ज्यादा परेशान में डिप्रेशन में प्रभु, सारे जो आजकल की जो परेशानी से जूझ रहे लोगों को आपके हाथ में दे रहे हैं प्रभु, वो आगे के भविष्य को लेकर चिंतित है प्रभु हालेलुया। उनके अंदर आप सामर्थ डालिए प्रभु, आगे जीने के लिए, आगे बढ़ने के लिए आपके महान सामर्थ को बढ़ाइए प्रभु, आपके पवित्र हाथ बढ़ा के उनको चलाइए प्रभु हालेलुया। आप सच्चा परमेश्वर है, जिंदा परमेश्वर है, आज भी आप कार्य करके हम अपने विश्वास परमेश्वर के ऊपर अपने पूरे चार ताकत सामर्थ लगाते हैं हालेलुया। आप हमारे लिए कार्य करते हैं प्रभु, हमें आगे बढ़ाते हैं प्रभु हालेलुया। हमारे हर दिन आपकी इच्छा के अनुसार होने पाए प्रभु परमेश्वर, आपके वचन को फैलाने के लिए हमारे अंदर सामर्थ डालिए प्रभु, दूसरों को आपके नाम को बताने के लिए, आपके बातों को सुनाने के लिए हमारे अंदर सामर्थ डालिए प्रभु। हम कोई डर से पीछे न हटने पाए प्रभु हालेलुया। कोई भी ताकत हमारे सामने आपके नाम के अनुसार नहीं आएंगे करके आपका वायदा है प्रभु, उस वायदा हर एक के ऊपर होने पाए, हर एक जीवन के ऊपर आपकी उस महान ताकत को डालिए प्रभु हालेलुया। हमारे सारे बच्चों को आपके हाथ में देते हैं प्रभु, छोटे से लेकर बड़ों तक सारे बच्चों को हमारे पवित्र हाथ में समर्पण करते हैं। आपने बोला है सारे बच्चों को मेरे पास ले आओ, मैं उनको आशीष दूंगा करके आपका वायदा है प्रभु। आप हर बच्चों को आशीष करिए प्रभु, उनके पढ़ाई आजकल आपके हाथ में है प्रभु हालेलुया। परमेश्वर उनके भविष्य बाधित न होने पाए इस महामारी से प्रभु हालेलुया। उनके स्कूल है प्रभु आजकल बंद है प्रभु हालेलुया, जल्दी से जल्दी पढ़ाई या सारी अच्छी तरह होने पाए, जो उनको ऑनलाइन में पढ़ा रहे प्रभु उनको समझ में आने पाए प्रभु हालेलुया। सारे टीचरों को आप अच्छे बुद्धि और ज्ञान से भर दीजिए प्रभु, हमारी बच्चे की भविष्य कभी बाधित न होने पाए प्रभु हालेलुया। आप और आपकी पवित्र आत्मा उनको समझाइए प्रभु, बुद्धि और ज्ञान दीजिए प्रभु परमेश्वर। हमारे बुजुर्ग लोगों को आपके हाथ में देते हैं प्रभु, आप उनके अंदर सामर्थ डालिए प्रभु, कोई भी बीमारियों को छूने ना पाए प्रभु हालेलुया। हमारे विपत्तियों से उनको बचा के रखे प्रभु परमेश्वर हालेलुया। हमारे बड़े से लेकर छोटे तक हर किसी को आपके हाथ में, हमारे सारे परिवार को, हमारे गलीशिया के लोगों को, सब पूरे दुनिया के संत लोगों को आपके हाथ में देते हैं प्रभु हालेलुया। आपके विश्वास के अनुसार चलने वाले हर किसी परिवार को आपके हाथ में देते हैं प्रभु। हमारे पूरे दुनिया भर के सारे कलीसियाओं को, उनको चलाने वाले हर एक अगुवाई को, इनके परिवार को, इनके कलीसिया के लोगों को, विश्वासियों को आपके देश के हाथ में देते हैं प्रभु हालेलुया। सबको आप चलाइए प्रभु परमेश्वर, आपकी इच्छा के बिना इस पृथ्वी के अंदर कुछ भी नहीं होगा प्रभु हालेलुया। आपकी इच्छा के अनुसार हर चीज होने पाए प्रभु हालेलुया। विश्वास करते हैं हमारे प्रभु सामर्थी प्रभु है, हमारे सारे परेशानी से अब छुड़ाएंगे करके विश्वास करते हैं प्रभु हालेलुया। आपने सुबह के समय में आशीष दिया, आपको आराधना करने के लिए सामर्थ दिया, हमारी छोटी सी विनती और प्रार्थनाओं को आपने सुनी और उत्तर भी दिए, इसलिए धन्यवाद करते हैं प्रभु हालेलुया। सारे आदर महिमा जलाल सब कुछ हम अपने यीशु मसीह को देते हैं प्रभु, यीशु मसीह के पवित्र नाम से हमने आज प्रार्थना की और सुना और कबूल करो हमारे स्वर्गीय पिता आमीन आमीन हालेलुया। आंडवर में जीवित केटबडियाल स्तोत्रम मनोमाले परमेश्वर ने हमारे स्तोत्रम 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 हालेलुया। ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പകൽക്കാലവും നമുക്ക് അല്പസമയം ദൈവത്തിൻ്റെ വചനം ചിന്തിക്കാമെന്ന് നമുക്ക് തിരുവത്താഴമുണ്ട്, ദൈവത്തിൻ്റെ മേശയുണ്ട്, നമുക്ക് ദൈവവചനം ചിന്തിച്ചു ദൈവ വചനത്തിലേക്ക് തിരുവത്താഴത്തിലേക്ക് നമുക്ക് ചെല്ലാം. आज के समय में परमेश्वर के वचन को देखेंगे, उनके वचन से हम थोड़ा बहुत सीखेंगे, उसके बाद परमेश्वर की मेज है उसमें भी जाएंगे हम. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മത്തിയാൽ തിരുവത്താഴം ഉള്ളതുകൊണ്ട് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. आज परमेश्वर की मेज हमारे सामने है, इसलिए मैं उसमें से कुछ खास बात आपको बताना चाहता हूँ. हालेलुയ. വേദപുസ്തകത്തിൽ രക്തത്തിന് വളരെ പ്രാധാന്യമുണ്ട്. परमेश्वर के वचन के अंदर लहू के लिए एक महत्व जगह परमेश्वर ने दिया. കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. जिस दिन यीशु मसीह को वो दिखाया गया, उस रात परमेश्वर ने अपने हाथ में अपने उस रोटी को लिया और आशीष करे अपने चेलों को दिया. ആ അപ്പത്തെ യേശുക്രിസ്തു തന്റെ ജഡീയ ശരീരവുമായി ബന്ധപ്പെടുത്തി കാണിക്കുവാനിടയായി. उस रोटी को परमेश्वर ने अपने उस शरीर के अनुसार दिखा के उनको समझाया. ഇത് നിങ്ങൾ തിന്നുകയാണെങ്കിൽ നിങ്ങൾ മരിക്കുകയില്ല എന്ന് പറഞ്ഞു. अगर ये खाएंगे तो तुम मरेंगे नहीं करके बताया. അതിനുശേഷമായി കർത്താവ് പാനപാത്രം എടുത്തു,
അത് വാഴ്ത്തി അനുഗ്രഹിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. उसके बाद परमेश्वर ने यीशु मसीह ने अपने हाथों में वो कटोरा भी लिया जिसके अंदर वो दाखरस थे, उसको भी आशीष करके अपने चेलों को യേശു दिया। പറഞ്ഞു, ഇത് പുതിയ നിയമത്തിൽ എന്റെ രക്തമാകുന്നു. क्योंकि परमेश्वर ने बोला है कि ये नए नियम के अंदर मेरा लहू है। പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുമ്പോൾ ദൈവവുമായിട്ടുള്ള ഓരോ ഉടമ്പടിയിലും രക്തം ഒരു അടയാളമായിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. हम देखते हैं कि पुराने नियम हो या नए नियम हो, दोनों के अंदर परमेश्वर के सामने जब हम एक नियम बनाते हैं तो उसके सामने ये लहू एक नियम बन के खड़ा होता है। രക്തം രക്ഷയെ കുറിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കവചമായാണ് വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്നത്. लहू एक कवच बन के हमारे एक सुरक्षा बन के हमें दिखाता है। ഒരു വ്യക്തി വേറൊരു വ്യക്തിയുമായി ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ അതിന് ഒരു അടയാളമായി ഒരു മൃഗത്തെ കൊന്ന് അതിന്റെ രക്തമെടുത്ത് ആ അടയാളത്തിന്മേലാണ് അവര് ആ നിയമം ഉറപ്പിക്കുന്നത്. पुराने नियमों में हम देखते हैं जब कोई नियम बन दो व्यक्ति के बीच में एक नियम बनता है, उस नियम को पक्का करने के लिए किसी जानवर को काट के उसके लहू लेके उसको नियम बनाते हैं। ഇത് വേദപുസ്തകത്തിന്റെ തുടക്കത്തിൽ മുതൽ ആ നിയമം നമുക്ക് കാണുവാൻ കഴിയും. इस परमेश्वर की वचन की शुरुआत में हम उसको देखते हैं। നമ്മൾ കാണുന്നുണ്ട്, ആദാമും ഹവ്വായും പാപം ചെയ്ത് നഗ്നരായിത്തീർന്നു. हम देखते हैं कि आदम और हव्वा ने पाप करके नंगा हो गया। അവരെ രക്ഷിപ്പാനായി ദൈവം അവർക്കൊരു നിയമം കൊടുക്കുമ്പോൾ അവൻ അവർക്ക് ഒരു തോലുട കൊടുത്തു എന്നാണ് നമ്മൾ കാണുന്നത്. उनको बचाने के लिए, उसके नंगापन को हटाने के लिए परमेश्वर ने उनको एक कपड़ा दिया है। वो कपड़ा एक जानवर के चमड़ा था। ആ തോലെന്ന് പറയുന്നത് ഒരു ദൈവം അവരെ ഉടുപ്പിച്ച ആ വസ്ത്രം തോലായതുകൊണ്ട് തോല് ഒരു മൃഗം മരിച്ചില്ലെങ്കിൽ, രക്തം ചിന്തപ്പെട്ടില്ലെങ്കിൽ അതിന്റെ തോൽ ലഭിക്കുകയില്ല. अगर एक चमड़ा मिलना है तो वो चमड़ा कोई दूसरी जगह से नहीं मिलेगा, एक जानवर को वहाँ मरना पड़ेगा, उस जानवर का ही चमड़ा उतार के उनको दिया है। അവിടെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ട്രൂത്ത് ആണ്. ദൈവം തീർച്ചയായും ഒരു മൃഗത്തെ കൊന്ന് അതിന്റെ തോലെടുത്തായിരിക്കും ഇവരെ ഉടുപ്പിച്ചിരിക്കുന്നത്. वहाँ पे हम समझ सकते हैं, हमारी ये साधारण बुद्धि से भी समझ सकते हैं, अगर एक चमड़ा वहाँ पे परमेश्वर ने उनको दिया है तो वहाँ पे एक जानवर जरूर मरा होगा। അവിടെ ആ മൃഗം മരിക്കുമ്പോൾ ആ മൃഗത്തിന്റെ രക്തം ചിന്തപ്പെടുന്നു. ലോകത്തിൽ ഭൂമിയിൽ ആദ്യമായി ഒരു മൃഗത്തിന്റെ രക്തം ചിന്തപ്പെടുന്നു. वहाँ पे हम देखते हैं कि एक जानवर को अगर मरना है तो उसका लहू जरूर बहा होगा। वहाँ पे सबसे पहले वहाँ पे एक जानवर मरता है, वहाँ पे लहू झड़कता है। ആ രക്തത്തിന്റെ പുറത്താണ് ദൈവത്തിന്റെ ആദ്യത്തെ നിയമം ദൈവം സ്ഥാപിക്കുന്നത്. उस लहू के ऊपर परमेश्वर ने अपना नया ये तो पहला नियम बनाता है। മാനവജാതിയോടുള്ള ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദത്തം സ്ത്രീയുടെ സന്തതി സാത്താന്റെ തല തകർക്കും. क्योंकि परमेश्वर का सबसे महान वायदा ये है कि अपने ये स्त्री का बच्चा जो है शैतान का या सांप का सिर को कुचले। അതിന്റെ സീരിയലായിട്ടാണ് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത്. ഓരോരുത്തടത്തും അബ്രഹാം നിയമം ദൈവം അബ്രഹാമുമായി നിയമം ചെയ്യുമ്പോൾ, യാക്കോബ് ലാബാനുമായി നിയമം ചെയ്യുമ്പോൾ അങ്ങനെ പഴയ നിയമത്തിൽ നമ്മൾ ഉടനീളം കാണുന്നുണ്ട്. മനുഷ്യനുമായോ ദൈവവുമായോ നിയമം ചെയ്യുമ്പോഴെല്ലാം ഒരു മൃഗം അടുക്കപ്പെടുകയും അതിന്റെ രക്തം ചിന്തപ്പെടുകയും ചെയ്യുമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. पुराने नियम अगर पूरे आप पढ़ के आएंगे तो आपको पता चले हर एक जगह पे अब्राहम और परमेश्वर के साथ या लाबान और याकूब के जो भी नियम बनता है, हर एक के वहाँ पे एक जानवर को मरना पड़ता है, उसके लहू से वो नियम बनाते हैं। ആ രക്തം നമ്മെ കാണിക്കുന്നത് നമ്മുടെ സുരക്ഷയാണ്, സംരക്ഷണത്തെയാണ്. രക്തം ചിന്തപ്പെട്ട് നമ്മൾ വായ്ദ ചെയ്യുമ്പോൾ, ഒരു വ്യക്തിയുമായി ഉടമ്പടി ചെയ്യുമ്പോൾ ആ വ്യക്തിയിൽ നിന്നും ഒരു പൂർണ്ണമായ സംരക്ഷണമാണ് നമ്മൾ അതിൽ കൂടെ മനസ്സിലാക്കുന്നത്. उस लहू के द्वारा हम ये समझते हैं हमारी एक सुरक्षा कवर मिल गया करके हम समझते हैं। മാത്രമല്ല രക്തത്തിന് സംസാരിക്കുവാനുള്ള ശക്തിയുണ്ട്. यही नहीं, लहू को एक बात करने का सामर्थ्य है। വേദപുസ്തകം മുഴുവൻ നമ്മൾ കാണുമ്പോൾ എവിടെയെല്ലാം മനുഷ്യന്റെ രക്തം ചിന്തപ്പെട്ടിട്ടുണ്ടോ ആ രക്തമെല്ലാം ഭൂമിയിൽ കിടന്ന ദൈവത്തോട് നിലവിളിക്കുന്നത് നമുക്ക് വേദപുസ്തകത്തിൽ കാണുന്നു. वचन में पढ़ते हैं जहाँ लहू छिड़का गया वहाँ से उस लहू परमेश्वर को ऊपर चिल्लाया करके हम देखते हैं। ഹാബേലിന്റെ രക്തം നിലവിളിക്കുവാൻ തുടങ്ങിയ സമയം മുതൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം നിലവിളിക്കുന്ന സമയം വരെയും വേദപുസ്തകത്തിൽ നമുക്ക് അതിനെ കാണുവാൻ കഴിയും. जहाँ से हाबेल की लहू जो परमेश्वर को चिल्लाता है, परमेश्वर के ऊपर प्रार्थना करता है, और जहाँ यीशु मसीह के वहाँ तक हम देखते हैं कि उस लहू चिल्लाता है। ഇന്ന് ഭൂമിയിൽ കാണുന്ന സകല അനീതികൾക്കും അല്ലെങ്കിൽ ഇന്ന് ഭൂമിയിൽ നാം കാണുന്നതായ സകല പ്രകൃതിക്ഷോഭങ്ങൾക്കും ദൈവകോപങ്ങൾക്കും എല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം സാധാരണക്കാരന്റെ ഇന്നസെന്റിന്റെ സാധാരണ മനുഷ്യന്റെ അന്നും അറിയാത്ത മനുഷ്യന്റെ രക്തം ഭൂമിയിൽ ചിന്തപ്പെട്ടതാണ്. आज भी जो जितने भी पाप हम देख रहे हैं, जो पृथ्वी के अंदर होने वाले हर एक नुकसान, परेशानी, अकाल,
ये सारे चीज़ों के पीछे होने वाली बात ये है कि जो निष्कलंक लोग, जो पाप किए हुए लोग, जो साधारण लोग, व्यक्तियों की जो खून इस देश के अंदर गिराया गया, उसका कारण है। നിഷ്കളങ്കനായ വ്യക്തി അവൻ അറിയാതെ അവൻ കൊല ചെയ്യപ്പെടുകയാണെങ്കിൽ, രക്തം ഭൂമിയിൽ ചിന്തപ്പെടുകയാണെങ്കിൽ, ആ രക്തം ഭൂമിയിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കും, ന്യായം വിധിക്കണമേ ദൈവമേ. एक निष्कलंक व्यक्ति, जो पाप ना किया हुआ व्यक्ति अगर इस पृथ्वी के अंदर मारा गया है, तो उसका लहू इस पृथ्वी के अंदर छिड़का गया है, तो उसका लहू जो परमेश्वर को पुकारेगा, चिल्लाएगा कि मेरे को अपना न्याय दिलाओ. അനേക ആയിരക്കണക്കിന് നിഷ്കളങ്കരുടെ രക്തം ഈ ഭൂമിയിൽ ചിന്തപ്പെട്ടിട്ടുണ്ട്. ऐसे बहुत सारे हजारों लोग, पवित्र संत लोगों के खून इस दुनिया के अंदर गिरा पड़ा. അത് ദൈവമക്കൾ മാത്രമല്ല, ദൈവമക്കൾ അല്ലാത്ത അല്ലെങ്കിൽ ജാതികളായിരിക്കുന്നവരാണെങ്കിൽ പോലും, ഇന്നസെന്റ് ആണെങ്കിൽ, അവൻ ആ കാര്യത്തിൽ അറിവില്ലാത്തവനാണെങ്കിൽ, അവനത് അറിഞ്ഞല്ല ചെയ്തെങ്കിൽ, അവൻ ദാരുണമായി കൊല്ലപ്പെട്ടെങ്കിൽ, അവന്റെ രക്തം ഭൂമിയിൽ കിടന്ന് ദൈവത്തോട് നിലവിളിക്കും. अगर वो कोई संत लोग हो, वो ही नहीं, अगर साधारण व्यक्ति भी हो, जाति के लोग हो, वो भी अगर कोई बिना पाप किए हुए, कोई वो अनजाने में कोई ऐसा काम करके उसका जीवन इस दुनिया से चला गया है, उसका खून इसके अंदर से पृथ्वी से परमेश्वर को पुकारे, അത് ദൈവസന്നിധിയിൽ അത് വലിയൊരു പാപമാണ്. परमेश्वर के सामने वो बहुत बड़ा पाप है. ദൈവം മനുഷ്യനെ മാംസം കഴിക്കുവാൻ അനുഗ്രഹം കൊടുത്തപ്പോഴും ദൈവം പ്രത്യേകം പറഞ്ഞു, രക്തത്തോടുകൂടെ നീ ഒരിക്കലും മാംസം കഴിക്കരുത്. परमेश्वर ने इंसान को ये आशीष दी है कि तुम मांस खा सकते हैं, लेकिन परमेश्वर ने उनको खास कर ये बोला है कि तुम लहू के साथ उस मांस को नहीं खाना. കാരണം രക്തത്തിലാണ് ദൈവം കൊടുത്ത ആത്മാവ് അല്ലെങ്കിൽ ദൈവം കൊടുത്ത ജീവനുള്ളത്. क्योंकि परमेश्वर का दिया हुआ जीवन उस लहू के अंदर है. ആ ആത്മാവിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവനെ ദൈവം തീർച്ചയായും നശിപ്പിക്കും. उस लहू के अंदर की उस आत्मा को खत्म करने वाले व्यक्ति को परमेश्वर जरूर दंड. ഇന്നസെന്റിന്റെ രക്തം ചിന്തപ്പെടുന്ന ദേശത്ത് ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകും. यहाँ निष्कलंक लोगों की लहू छिड़काएगा, उस देश के अंदर परमेश्वर के न्याय दंड जरूर आएगा. അവൻ എത്ര ബുദ്ധിമാനാണെങ്കിലും ശക്തിയുള്ളവനാണെങ്കിലും പവർ ഉള്ളവനാണെങ്കിലും ദൈവത്തിന്റെ ന്യായവിധി അവന്റെ മേൽ വരുവാനിടയാണ്. वो जितना सामर्थ्य हो, बुद्धिमान हो, बलवान हो, तो भी परमेश्वर का दंड जरूर उसके ऊपर आएगा. ആ രക്തത്തിനെ കഴുകിക്കളയുവാൻ അല്ലെങ്കിൽ ആ പാപത്തെ കഴുകിക്കളയുവാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയുകയില്ല. उस लहू को धोने के लिए, उस पाप को साफ करने के लिए दुनिया के अंदर किसी से भी नहीं हो. ഇന്നും യഹൂദജനം അനുഭവിക്കുന്നതായ ഏറ്റവും വലിയ പീഡകൾക്ക് കാരണം യേശുക്രിസ്തുവിന്റെ രക്തം അവരുടെ മേൽ ചുമത്തപ്പെട്ടതാണ്. आज भी यहूदी लोग जो लेने वाले, आजकल जो उनके ऊपर होने वाले सारे परेशानी के पीछे का कारण ये है कि यीशु मसीह का लहू. ഇന്ന് വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്, परमेश्वर के वचन में യേശുക്രിസ്തുവിനെ देखते हैं, ക്രൂശിക്കാൻ കൊണ്ടുചെല്ലുമ്പോൾ പീലാത്തോസ് കൈ കഴുകിയിട്ട് പറയുകയാണ്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നുള്ളത്. उस समय पिलातुस कहता है कि इस धर्मी व्यक्ति के लहू में मेरा कोई काम नहीं है. പക്ഷെ ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ മൂഢന്മാരായിരിക്കുന്ന യഹൂദന്മാർ വിളിച്ചു പറഞ്ഞ എന്താണെന്ന് അറിയാമോ? लेकिन जो मूर्ख लोग, जो यहूदी लोगों ने क्या पुकारा, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളും, അവർ അത് വഹിക്കുന്നത് മാത്രമല്ല അവരുടെ തലമുറകളുടെ മേലും അവരതിനെ വിളിച്ചു വരുത്തുവാനാണ്. उन्होंने बोला है, खुद उन्होंने बुला के उनके ऊपर डाला है, उनके ऊपर नहीं, खाली उनके बच्चों के ऊपर भी. ये उनकी लहू जो है हमारे ऊपर, हमारे बच्चों के ऊपर आने. അന്ന് മുതലാണ് യഹൂദന്മാരുടെ മേൽ ഇത്രത്തോളം വംശനാശങ്ങൾ ഉണ്ടാവാൻ उस കാരണമായത്. दिन से लेकर यहूदियों का नाश होना शुरू हो गया. വഴിയെ പോയ ആ വയ്യാവലിയെ അല്ലെങ്കിൽ വഴിയെ പോയ ശാപത്തെ അവരവരുടെ തലമേൽ വലിച്ചിടുവാനിടയാണ്. वो जो रास्ते से गुजरने वाले, जो निकल जाने वाला, उस दंड को उन्होंने खुद पुकार के अपने मुंह से बुला के अपने ऊपर डाला. പൂർണ്ണ മാനസാന്തരം യഹൂദൻ ഉണ്ടാകുന്നിടം വരെയും യഹൂദന് ഈ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. जब तक उनके अंदर पूरी तरह मन फिरावट नहीं आएगा, रूपांतर नहीं आएगा, तब तक ये जो दंड उनके ऊपर चलता വേദപുസ്തകം रहेगा. പറയുന്നു അവർ കുത്തിയവനിലേക്ക് നോക്കും എന്ന്. क्योंकि परमेश्वर का वचन कहता है, जिनको मारा गया उनके ऊपर वो देखेगा, അവനെ ത്യജിച്ചു കളഞ്ഞവനെ അവർ നോക്കുവാനിടയാവും. जिनको उन्होंने त्याग किया उनके ऊपर वो देखेंगे. ആ യേശുവിലേക്ക് യഹൂദജാതി മുഴുവൻ നോക്കി അവനാണ് മിശിഹ എന്ന് അവർ അംഗീകരിക്കുന്നിടം വരെയും ആ യഹൂദജാതിയുടെ മേൽ ഈ ശാപങ്ങൾ വരുവാനിടയാണ്. उस यीशु मसीह के ऊपर ताकते हुए, उनको देखते हुए, ये हमारा परमेश्वर है, हमारा मसीहा करके जब तक वो बोलेंगे नहीं, तब तक ये दंड उनके ऊपर चलता ഇന്ന് है. ലോകം മുഴുവനുള്ള രാജ്യങ്ങളിലും സമാധാനമുണ്ടെങ്കിലും സമാധാനമില്ലാത്ത ഏക രാജ്യം ഇസ്രായേൽ മാത്രമാണ്. आज पूरी दुनिया भर में अगर शांति भी हो तो, लेकिन बहुत ज्यादा दंड जिनके ऊपर आता है वो यहूदी लोगों के ऊपर. ഏറ്റവും കൂടുതൽ യുദ്ധം നടക്കുന്ന സ്ഥലം, എന്നും യുദ്ധം നടക്കുന്ന സ്ഥലം ഇസ്രായേലാണ്. हर दिन लड़ाई चलने वाली जगह जो है वो इसराइल. അവർക്ക് സമാധാനമില്ല. उनके ऊपर कोई शांति കാരണം नहीं, കർത്താവായ യേശുക്രിസ്തുവിന്റെ നിഷ്കളങ്ക രക്തം അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. क्योंकि उनका जो निष्कलंक लहू, यीशु मसीह का जो निष्कलंक लहू हर दिन परमेश्वर के सामने पुकारता है. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ചിന്തപ്പെടുന്ന ഓരോ ഇന്നസെന്റായ മനുഷ്യന്റെ രക്തവും ആ ഭൂമിയിൽ കിടന്ന് ദൈവത്തോട് നിലവിളിക്കും, ന്യായം തീർക്കുവാൻ. वैसे ही हर एक परमेश्वर के उस लोगों के
या निष्कलंक लोगों के उस खून जो है परमेश्वर को पुकारते हैं। അത് ആ ദേശത്തിന് ആ നിഷ്കളങ്ക രക്തം ചിന്തപ്പെടുവാൻ കാരണമായിരിക്കുന്ന വ്യക്തിക്ക് അവന്റെ തലമുറകൾക്ക് അത് ശാപമായി തീരും. वो निष्कलंक लोगों के खून बहाने वाले जो व्यक्ति है उनके परिवार के ऊपर, उसके ऊपर खुद और उस देश के ऊपर भी वो आए. ഇന്ത്യയിൽ എത്രത്തോളം പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ നമ്മൾ കടന്നു നിങ്ങൾ അറിയാം. അനേക ഇന്നസെന്റിന്റെ രക്തം, ഇന്നസെന്റ് മനുഷ്യന്റെ രക്തം ഈ ഭൂമിയിൽ ചിന്തപ്പെട്ടു. इस भारत के अंदर भी जो दुख संकट इतने सारे बढ़ने का कारण ये है कि बहुत निष्कलंक लोगों को मारा गया. ഇന്ന് നമ്മൾ കാണുന്ന വെട്ടുക്കിളി, കാണുന്നതായ ഭൂകമ്പം, ഇപ്പോൾ ഭൂകമ്പത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഡൽഹി പോലുള്ളതായിരിക്കുന്ന NCR വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്ന് ശാസ്ത്രജ്ഞന്മാര് അല്ലെങ്കിൽ നിരീക്ഷകർ കണ്ട് പറഞ്ഞിരിക്കുക. आजकल जो आने वाली महामारी जो टिट्टी जो आते हैं वो सब और जो आगे हमें खतरा का वो घंटी बजाया हुआ है कि दिल्ली के अंदर बहुत बड़ा भूकंप आएगा करके. ഇതെല്ലാം മനുഷ്യന്റെ രക്തം ചിന്തപ്പെടുന്നതിന്റെ പുറകിലുള്ളതായിരിക്കുന്ന ദൈവിക ശാപത്തിന്റെ കാരണമാണ്. ये सारी बातें जो हमें ये दिखाता है कि निष्कलंक लोगों को लहू को बहाना. എന്നാൽ അതേ രക്തത്തിന്റെ ഉള്ളിൽ അതിനെ ആശ്രയിക്കുകയും അതിനെ സമർപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ വലിയ രക്ഷയുണ്ടെന്നും ദൈവത്തിന്റെ വചനം നമുക്ക് വ്യക്തമായി लेकिन പറയും. वहाँ पे हम परमेश्वर एक और हमें बताता है कि जहाँ पे लोग समर्पण करते हैं उसके सामने अपने पाप को क्षमा मांगते हैं तो उनको जरूर क्षमा मिलेगा. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ വിശ്വസിക്കാത്ത യഹൂദന്മാരുടെ മേൽ ശാപം വന്നപ്പോൾ जो यीशु मसीह के उस लहू के ऊपर विश्वास न करने वाले यहूदियों के ऊपर श्राप आएगा. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ വിശ്വസിച്ച വിജാതീയരായ മനുഷ്യർക്ക് രക്ഷ വരുവാനിടയാണ്. लेकिन यीशु मसीह के उस लहू के ऊपर विश्वास करने वाले अन्य जातियों के ऊपर आशीष आएगी. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സംഹാരദൂതൻ കടന്നു വരുന്ന രാത്രിയിൽ ദൈവം ഒരു ആട്ടുകുട്ടിയെ കൊന്ന് ഓരോ വീട്ടിലും അവരവരുടെ ആട്ടുകുഞ്ഞിന്റെ രക്തം അവരുടെ കട്ടളമേലും കുറുമ്പടിമേലും രക്തം തളിക്കണമെന്ന് ദൈവം പറയാനിടയാണ്. उसका सबसे बड़ा उदाहरण ये है कि पुराने में नियमों में हम देखते हैं जब उस दंड मृत्यु का जो आत्मा गुजरने वाले उस समय जो है एक भेड़ को मारते हैं, उसके लहू जो अपने दरवाजे के ऊपर लगाना है करके यीशु परमेश्वर ने हमें बताया. എവിടെ കുഞ്ഞാടിന്റെ രക്തം കുരിശടയാളമായി കാണുമോ അവിടം വിട്ട് സംഹാരദൂതൻ കടന്നു പോകുവാനായിട്ടിടയാണ്. जहाँ उस मेमने की जो लहू जो क्रूस करके दिखाई देता है उसको छोड़ के जो मृत्यु का जो दूध जो हटेगा करके हम देखते हैं. അതുകൊണ്ടാണ് യേശുവിന്റെ രക്തം നമുക്ക് കോട്ടയാണ്, അരണാണ്, അത് നമുക്ക് പരിചയമാണെന്ന് പറയുവാൻ കാരണം. इसलिए यीशु मसीह का लहू हमारे लिए एक गढ़ है, एक किला है करके हम समझते हैं. പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്നവരുടെ മേലെല്ലാം യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് ദൈവം അവരെ ശുദ്ധീകരിക്കുന്നു നമുക്ക് കാണുവാൻ കഴിയും. नए नियम के अंदर देखते हैं जो यीशु मसीह के लहू के ऊपर विश्वास करते हैं, यीशु मसीह उस लहू से हम सबको सुरक्षा देते हैं. നമ്മൾ വീട്ടിന്റെ മേൽ മാത്രമല്ല പുതിയ നിയമത്തിൽ നമ്മുടെ ഓരോരുത്തരുടെ മേലും യേശുക്രിസ്തുവിന്റെ രക്തം തളിക്കപ്പെട്ടിരിക്കുകയാണ്. नए नियम के अंदर खाली हमारे घर के अंदर नहीं, हमारे हर एक व्यक्ति के ऊपर यीशु मसीह का लहू छिड़काया. ആ രക്തം നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ചില നിയമങ്ങൾ നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. उस लहू हमें कुछ बातें हमें सिखाता है, कुछ ആ രക്തം നമുക്ക് ഒരു മുദ്രയായി ദൈവം തന്നിരിക്കുകയാണ്. वो लहू हमारे लिए एक मुद्रा बन के हमें दिया. ആ രക്തം നമ്മുടെ മേൽ വീണ്ടും കിടക്കുന്നത് കൊണ്ട് സംഹാരദൂതന് നമുക്ക് നമ്മൾ വരുവാൻ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. उस लहू हमारे ऊपर छिड़का हुआ है, इसलिए कोई मृत्यु का दंड, मृत्यु का आत्मा हमारे ऊपर नहीं है. അത് കോമണായി ഭവനത്തിന്റെ മേൽ മാത്രമല്ല, പുതിയ നിയമത്തിൽ ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും ഇൻഡിപെൻഡന്റായി യേശുക്രിസ്തുവിന്റെ രക്തം തളിക്കപ്പെട്ടിരിക്കുകയാണ്. वो एक एक परिवार के अंदर, एक घर के अंदर नहीं, हर एक व्यक्ति के ऊपर, निजी व्यक्ति के ऊपर परमेश्वर ने उस लहू से हमें छिड़काया. അതുകൊണ്ടാണ് ആ അന്ത്യ അത്താഴ വിരുന്നിൽ യേശുക്രിസ്തു രക്തമെടുത്ത് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറയുവാനിടയായി, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ നിയമത്തിലെ രക്തമാകുന്നു, ഇത് നിയമമാകുന്നു. इसलिए यीशु मसीह ने वो आखिरी रात को जो अपना चेलों को खाना खिलाया था उस समय उन्हें दाखरस उठा के बोला है कि ये यीशु मसीह तुम्हारे लिए छिड़का हुआ मेरा लहू है. ആ രക്തമാണ് നമ്മുടെ സംരക്ഷണം. वो लहू हमारे लिए एक ആ सुरक्षा രക്തമാണ് है. നമ്മുടെ മുദ്ര. वो लहू हमारे लिए एक मुद्रा അത് सी. കാണുമ്പോൾ പിശാചിന് നമ്മളെ തൊടുവാൻ കഴിയുകയില്ല. वो देखेंगे तो शैतान हमें छू नहीं पाएगा. അതുകൊണ്ടാണ് നമ്മൾ ഭയപ്പെടുമ്പോൾ, നമ്മൾ ഭാരപ്പെടുമ്പോൾ, നമ്മൾ വേദനപ്പെടുമ്പോൾ യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം എന്ന് നമ്മൾ പറയുന്നത്. इसलिए हम जब हमारे अंदर डर आते हैं, भय आता है, तो हम ये बोलते हैं कि यीशु मसीह का लहू की. യേശുവിന്റെ രക്തം നമ്മൾ വായ് കൊണ്ട് ഉച്ചരിക്കുമ്പോൾ അതിന്റെ उള്ളിൽ വലിയ ആത്മീയ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുവാനിടയാണ്. जब यीशु मसीह की लहू हमारे मुंह से मुंह खोल के जब बोलेंगे, उनकी जय बोलेंगे, तो हमारे आस पड़ोस में हमारे अंदर एक बहुत बड़ा ताकत सामर्थ आ जाता है. ഹല്ലേലൂയ. രക്തം കൊണ്ട് ദൈവം നമ്മളെ മുദ്ര വെച്ചിരിക്കുകയാണ്, നമ്മളെ അടച്ച് സൂക്ഷിച്ചിരിക്കുകയാണ്. उस लहू से परमेश्वर ने हमें बहुत बड़ा सुरक्षा दिया हुआ है. ദൈവം നമുക്ക് സംരക്ഷണം തരുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടെയാണ്. परमेश्वर हमें सुरक्षा देता है यीशु मसीह के उस लहू के द्वारा. വെളിപ്പാട് വിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവർ ജയിച്ചത് കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണെന്ന്. लेकिन प्रकाशित वाक्यों में हम पढ़ते हैं वो लोग जीता इसलिए कि वो मेमने की लहू के നാം साथ. കടന്നു പോകുന്ന ഇടങ്ങളിൽ, വരുന്ന ഇടങ്ങളിലെല്ലാം നാം യേശുക്രിസ്തുവിന്റെ രക്തം സ്പെൽ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണം, ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കണം.
हमारे आने जाने में जहाँ हम चलते फिरते वहाँ पे हमें अपने मुंह से बोलते रहना है कि यीशु मसीह की लहू कीजिए। പ്രതികാല എന്നെ കേൾക്കുന്നവർ നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലൊക്കെയും ഉള്ളവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കടന്നു പോകുമ്പോൾ, നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ, നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നാലും നിങ്ങളുടെ അധരത്തിൽ കൂടെ യേശുവിന്റെ രക്തത്തെ നിങ്ങൾ സ്പെൽ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക, സ്പ്രെഡ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. खासकर मैं उन लोगों के लिए बता रहा हूँ जो हॉस्पिटल में काम करते हैं, जो नर्सेस लोग हैं, डॉक्टर्स लोग हैं, उनके लिए मैं बता रहा हूँ अपने मुंह से ये बोलते रहे कि यीशु मसीह की लहू की जय हमेशा बोलते रहिए. നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്ന സകല വ്യക്തി ജീവിതങ്ങളുടെ മേലും നിങ്ങൾ യേശുക്രിസ്തുവിന്റെ രക്തത്തിനെ സ്പെൽ ഔട്ട് ചെയ്യുക. हर एक जो व्यक्ति आपके सामने आते हैं उनके ऊपर भी आप अपने यीशु मसीह की उस लहू की सामर्थ को बोलिए. നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്ന സകല പ്രതികൂലത്തിന്റെ മേലും നിങ്ങൾ യേശുക്രിസ്തുവിന്റെ രക്തത്തെ സ്പെൽ ഔട്ട് ചെയ്യുക. आपके सामने वाले हर एक मुसीबत परेशानी को देख के आप यीशु मसीह की लहू की सामर्थ बोलिए. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതായ എരിഹോവിന്റെ മേൽ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ രക്തത്തെ സ്പെൽ ഔട്ട് ചെയ്യുക. आपके सामने आने वाले उस एरिहो किला के को देखते हुए आप बोलिए यीशु मसीह की लहू की सामर्थ. ഗോലിയാത്തിനെ പോലെ നിങ്ങൾ ഭയപ്പെടുന്ന വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങൾ സ്പെൽ ഔട്ട് ചെയ്യുക. गोलियत की जैसा आपके सामने वाले खड़े होने वाले उस परेशानी को देख के आप बोलिए यीशु मसीह की लहू की सामर्थ. ആ രക്തത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. അത് COVID-19 ആണെങ്കിൽ പോലും उस लहू की सामर्थ के सामने कोई भी परेशानी खड़े नहीं हो पाए, चाहे वो COVID-19. എത്ര വലിയ ശക്തിയാണെങ്കിലും എത്ര വലിയ വൈറസ് ആണെങ്കിലും യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ മുമ്പിൽ അത് മുട്ട് മടക്കിയിരിക്കും. जितना भी बड़े परेशानी, जितना बड़ा ताकत हो, वो यीशु मसीह के लहू के सामने घुटने टेके. കാരണം യേശുക്രിസ്തുവിന്റെ രക്തം നിഷ്കളങ്ക രക്തമാണ്. क्योंकि यीशु मसीह का लहू निष्कलंक लहू, ഒരു പാപവും ഇല്ലാത്ത രക്തമാണ്. कोई पाप बिना, वो लहू ऐसा है कि जिसके अंदर कोई पाप नहीं. വേദപുസ്തകത്തിൽ മോശയിക ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് അക്ഷരം പ്രതി 100% അനുസരിക്കപ്പെട്ട് യാഗമാക്കപ്പെട്ട ഏക കുഞ്ഞാടായ യേശുക്രിസ്തുവിന്റെ രക്തമാണ്. पुराने नियमों के अंदर मूसा के उस नियमों का पूरा पालन करते हुए एक बहाया हुआ लहू है यीशु मसीह का लहू. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യേശുക്രിസ്തുവിനെ കാണിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുകയാണ്. इसलिए बपतिस्मा देने वाला यूहन्ना ने ऐसे बोला है कि ये देखो पूरे दुनिया का दंड को उठाने वाला परमेश्वर का मेम. ഇന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ഈ യേശുക്രിസ്തുവിന്റെ രക്തം നമുക്ക് എപ്പോഴും കോട്ടയാണ്. मैं आपको बताना चाहता हूँ ये परमेश्वर यीशु मसीह का लहू जो आपके लिए गढ़ है. നിങ്ങൾ തിരുവത്താഴത്തിൽ അത് പങ്കെടുക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾ പോകുമ്പോൾ വരുമ്പോഴും ഇരിക്കുമ്പോഴും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലും നിങ്ങളുടെ ഭർത്താവിന്റെ മേലും ഭാര്യയുടെ മേലും നിങ്ങളുടെ മാതാപിതാക്കളുടെ മേലും എല്ലാം യേശുവിന്റെ രക്തത്തെ നിങ്ങൾ സ്പ്രിങ്കിൾ ചെയ്യാൻ പഠിക്കണം. ये जो परमेश्वर की मेज से भाग होते हुए ही नहीं, उसके अलावा आप अपने घरों में अपने पति को, अपने पत्नी को, अपने बच्चों को, अपने माता पिताओं को, भाई बहनों को, सबको इस लहू से आपको मुद्रण करना നിങ്ങൾ है. യേശുവിന്റെ രക്തം സ്പെൽ ഔട്ട് ചെയ്യുമ്പോൾ അത് സ്പ്രിങ്കിൾ ചെയ്യുകയാണ്. നിങ്ങൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രൊഫറ്റിക്കൽ ആക്ട് ചെയ്യുകയാണ്. जब आप परमेश्वर यीशु मसीह का लहू को जब आप अपने मुंह से बोलते हैं तो दूसरे के ऊपर वो छिड़काता है. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലമേൽ കരം വെച്ചുകൊണ്ട് യേശുവിന്റെ രക്തം കൊണ്ട് നിങ്ങൾ അവരെ മുദ്രയിടണം. आप अपने हाथ बढ़ा के अपने बच्चों को यीशु मसीह के लहू से मुद्रण നിങ്ങളുടെ करना है. ഭാര്യയുടെ തലമേൽ കൈവച്ച്, നിങ്ങളുടെ ഭർത്താവിന്റെ തലമേൽ കൈവച്ച്, നിങ്ങളുടെ മാതാപിതാക്കളുടെ തലമേൽ കൈവച്ച് നിങ്ങൾ യേശുവിന്റെ രക്തം കൊണ്ട് അവരെ മുദ്ര വയ്ക്കണം. आपने सारे पति पत्नी को, बच्चों को, माता पिताओं को आपको ये सिर के ऊपर हाथ रख के बोलना है यीशु मसीह के लहू से मुद्रित है. ഭൂമിയിൽ ചിന്തപ്പെട്ടതായ സാധാരണ രക്തം പോലെ അല്ല യേശുക്രിസ്തുവിന്റെ രക്തം. അത് നിഷ്കളങ്ക രക്തമാണ്. പാപപരിഹാരത്തിന് വേണ്ടി ചിന്തപ്പെട്ട ഏക രക്തമാണ്. दूसरे लोगों का जैसा जो बहाया हुआ खून नहीं है यीशु मसीह का लहू, वो एक पवित्र निष्कलंक लहू है. ആ രക്തത്തിന്റെ ഉള്ളിൽ സംരക്ഷണമുണ്ട്, സമൃദ്ധിയുണ്ട്, അനുഗ്രഹമുണ്ട്, വളർച്ചയുണ്ട്, അഭിവൃദ്ധിയുണ്ട്. उस लहू के अंदर हमें आशीष है, आदर है और ऊंचाई है, भलाई है, सब कुछ उसके നിങ്ങൾ अंदर. യേശുവിന്റെ നാമത്തിൽ ആശ്രയിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ യേശുവിന്റെ രക്തത്തിലും ആശ്രയിക്കണം. आप जैसे यीशु मसीह के ऊपर विश्वास करते हैं और उनके ऊपर विश्वास रखते हैं और आगे बढ़ते हैं, वैसे ही यीशु मसीह के लहू के ऊपर भी നമ്മൾ विश्वास മാസത്തിൽ ഒരിക്കൽ തിരുവത്താഴം എടുക്കുന്നതല്ല, 24 മണിക്കൂറും എപ്പോഴും നമ്മുടെ യേശുക്രിസ്തുവിന്റെ രക്തത്തെയും യേശുക്രിസ്തുവിന്റെ ശരീരത്തെയും ഭക്ഷിക്കുന്നവരായിരിക്കും. हम महीने में एक बार नहीं यीशु मसीह के उस लहू और शरीर को पाने वाला ना बनने पाए, हर दिन हर पल जो हम यीशु मसीह के लहू और शरीर के साथ जीने वाला അത് बनने पाए. വിശ്വാസത്താൽ നിങ്ങൾ സ്വീകരിക്കണം. वो विश्वास के साथ आपको വിശ്വാസത്താൽ पाना है. നിങ്ങൾ ഏറ്റെടുക്കണം. विश्वास के साथ आपको वो യേശു स्वीकार करना നിങ്ങളുടെ है. കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകണം. यीशु मसीह आपके साथ है करके एक पूरा विश्वास നിങ്ങൾ आपके अंदर होने തിരുവത്താഴ पाए. മേശയിൽ അപ്പം എടുത്ത് കഴിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് നിങ്ങൾ അനുഭവിച്ചറിയുന്നത്. നിങ്ങൾ അതിനെയാണ് ഭക്ഷിക്കുന്നതെന്ന പൂർണ്ണമായ ബോധം നിങ്ങൾക്കുണ്ടാകും. उस मेज में हाथ बढ़ा के जब आप उसको स्वीकार करते हो तो यीशु मसीह आपके साथ है, यीशु मसीह का लहू और उनका शरीर आपके साथ है करके आपका विश्वास होना चाहिए. നിങ്ങൾ ആ ദ്രാക്ഷരസം കുടിക്കുമ്പോൾ അത് യേശുക്രിസ്തുവിന്റെ രക്തമാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കുടിക്കണം. അത് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ രക്തത്തിൽ കലർന്ന് ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാനിടയാണ്. उस दाख मधु जब आप पीते हैं तो आपको विश्वास करना है यीशु मसीह का लहू है,
ये मेरे अंदर मेरे लहू में मिलके बड़ा चमत्कार का कार्य करेगा करके एक विश्वास होना चाहिए। ദൈവദൂതന്മാരെക്കാളും നിങ്ങൾക്ക് പൂർണ്ണമായ സുരക്ഷിതം നൽകാൻ കഴിയുന്ന ഒരു കാര്യം യേശുക്രിസ്തുവിന്റെ രക്തം മാത്രമേ ഉള്ളൂ. स्वर्गीय दूतों से भी बढ़कर आपको सुरक्षा देने वाला सबसे खास बात है यीशु मसीह का लहू। യേശുവിന്റെ രക്തമുള്ളിടത്ത് പിശാച് വരികയില്ല. जहाँ यीशु मसीह का लहू है वहाँ शैतान नहीं आएगा। കാരണം രക്തത്തിന്റെ ശക്തി പിശാചിനെ ചെറുത്തു നിൽക്കാനിടയാണ്. क्योंकि वो यीशु मसीह का उस लहू का सामर्थ्य शैतान को रोकेगा। യേശുവിന്റെ രക്തം യേശുവിന്റെ രക്തം ഈ ഭൂമിയിൽ ചിന്തപ്പെട്ടത് ദൈവം അനുവദിച്ചുകൊണ്ടതാണ്. यीशु मसीह का लहू जो पृथ्वी के अंदर छिड़काया वो पवित्र परमेश्वर की इच्छा के अनुसार है। ഭൂമിയുടെ ശുദ്ധീകരണം വരെയും ക്രിസ്തുവിന്റെ രക്തം ഈ ഭൂമിയിൽ കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കും. ये पृथ्वी के अंत तक आखिरी दिन तक उस यीशु मसीह का लहू पुकारता रहे। അത് യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി അതിൽ കൂടെയാണ് അനേക ആയിരങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ രക്ഷയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. उस लहू की सामर्थ्य से बहुत सारे लोग उद्धार में आएंगे। 2000 വർഷങ്ങൾക്ക് മുമ്പ് കൽവാരി ക്രൂശിൽ ചിന്തപ്പെട്ട ആ രക്തത്തിന്റെ നിലവിളി ഇന്നും നിലനിൽക്കാത്തത് കൊണ്ടാണ് നിങ്ങളും ഞാനും 2000 വർഷങ്ങൾക്ക് ശേഷവും യേശുവിനെ കാണുവാൻ രക്ഷകനായി സ്വീകരിക്കാൻ ഇടയായത്. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. जो 2000 साल पहले जो कालवरी के वहां पे गिरा हुआ उस लहू की सामर्थ अभी भी पुकार रहे, इसलिए हम लोग भी उस पुकारने की हिसाब से हम परमेश्वर को उद्धारकर्ता मान के यीशु मसीह में आए। ഏതെല്ലാം നിലകളിൽ ആരാധനകൾ ബന്ധിക്കപ്പെടുകയും അടയ്ക്കപ്പെടുകയും ചെയ്താലും രക്ഷയുടെ അനുഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കും. കർത്താവ് തന്റെ സഭയോടുകൂടി ആളുകളെ ചേർത്തുകൊണ്ടിരിക്കും. कोई भी रीति से आराधना और परमेश्वर की कलीसिया बंद भी हो जाए, लेकिन परमेश्वर के यीशु मसीह के उस लहू का सामर्थ हमें उनके पास कीजिए। കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. यीशु मसीह का दूसरा आगमन निकट है। അവൻ സഭയെ പണിതുകൊണ്ടിരിക്കുകയാണ്. कलीसिया को बनाते हैं। പരിശുദ്ധാത്മാവ് സഭയെ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. पवित्र आत्मा हर दिन कलीसिया को और संभालते जा रहा है। 1000-10,000 സുന്ദരനായിരിക്കുന്ന യേശു സ്വർഗ്ഗാകാശത്തിൽ മധ്യാകാശത്തിൽ വരുമ്പോൾ അവന്റെ സുന്ദരിയായ സഭയെ എടുത്തുകൊണ്ട് പോകാൻ പരിശുദ്ധാത്മാവ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. हजारों और 10,000 से अधिक सुंदर यीशु मसीह जो है अपने कलीसिया को उठाने के लिए बीच आकाश में आने वाला है। ധാരാ ചുളുക്കം വാട്ടം മാലിന്യമില്ലാത്ത തന്റെ മണവാട്ടിയെ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൽ കൂടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. कमी घटी के बिना अपने दुल्हन को ले जाने के लिए वो यीशु मसीह तैयार है। അനുദിനം യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ നാം കഴുകപ്പെട வேண்டும். हर दिन अपने यीशु मसीह के लहू से हमें ഓരോ ദിവസവും ആ രക്തത്തിൽ നാം ആശ്രയിക്ക வேண்டும். हर दिन हमें यीशु मसीह के लहू के ऊपर विश्वास ഓരോ करना है। മിനിറ്റുകളും മണിക്കൂറുകളും സെക്കൻഡുകളും യേശുവിന്റെ രക്തത്തിൽ നാം ആശ്രയിക്കണം. हर पल में हर कदम में हमें यीशु मसीह के उस लहू के യേശുവിന്റെ ऊपर രക്തം നമ്മൾ ചാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ അതരത്തിൽ എപ്പോഴും യേശുവിന്റെ രക്തം പറഞ്ഞുകൊണ്ടേയിരിക്കണം. हर पल हमें यीशु मसीह के उस लहू के सामर्थ्य को बोलते रहना है। എപ്പോഴും അതിൽ നമ്മൾ ആശ്രയിക്കണം. हमेशा हमें उसके ऊपर आशा रखनी ആ है। രക്തം നമുക്ക് പൂർണ്ണ വിടുതലും നമുക്ക് സുരക്ഷിതവും നൽകുവാനിടയാണ്. पूरी तरह हमें सुरक्षा दे और छुटकारा दे। ഹല്ലേലൂയ. കാരണം നിഷ്കളങ്കമായ ആ രക്തത്തിന്റെ മുമ്പിൽ പിശാചിന് നിൽക്കുവാൻ കഴിയില്ല. പാപം ചെയ്യാത്ത ആ രക്തത്തിന്റെ മുമ്പിൽ പിശാചിന് കടന്നു വരുവാൻ കഴിയില്ല. അവന്റെ മുഴങ്കാൽ വരെ ആ രക്തത്തിന് മുമ്പിൽ മുടങ്ങുവാനിടയാണ്. क्योंकि उस निष्कलंक लहू के सामने शैतान खड़ा नहीं हो पाएगा, वो जरूर घुटना टेकेगा। കാരണം ദൈവം പ്രസാദിച്ച ഏക രക്തം നാടുകളായി വർഷങ്ങളായി അനേക ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മൃഗങ്ങളുടെ രക്തം ചിന്തപ്പെട്ടിട്ടും പ്രസാദിക്കാത്ത ദൈവം പ്രസാദിച്ച ഏക രക്തമുണ്ടെങ്കിൽ അത് നിഷ്കളങ്ക ദൈവത്തിന്റെ കുഞ്ഞാടായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തം മാത്രമേ. शुरुआत से लेकर हम देखते हैं बहुत जानवरों का लहू बहाया गया, लेकिन परमेश्वर के ऊपर कभी प्रसन्न नहीं हुआ, लेकिन पूरी तरह प्रसन्न होने वाला उस महान लहू यीशु मसीह का लहू। അതുകൊണ്ടാണ് അവൻ കൽവാരി ക്രൂശിൽ മരിക്കുന്നതിന് 33 വർഷം മുമ്പ് കർത്താവായ യേശു അവൻ സ്നാനപ്പെടുമ്പോൾ പിതാവായ ദൈവം ഇങ്ങനെ അരുളിച്ചെയ്തു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. इसलिए कि यीशु मसीह का उस बपतिस्मा के समय पिता परमेश्वर ने ऐसे बोला है कि ये मेरा प्रिय पुत्र है, मैं इनके ऊपर अति प्रसन्न हूँ। യേശു പിതാവായ ദൈവം പ്രസാദിച്ച ഏക രക്തം, ഏക കുഞ്ഞാട്, അറുക്കപ്പെട്ട ഒരേ കുഞ്ഞാട്, ദൈവത്തിന് പ്രീതിയുള്ള ഏക യാഗം യേശുക്രിസ്തുവിന്റെ യാഗം മാത്രമേ. इसलिए जो पिता परमेश्वर प्रसन्न रखने वाला, अति प्रसन्न होने वाला एक ही लहू है, एक ही बलि है, वो यीशु मसीह का बलि और उनका लहू। ദൈവം പ്രസാദിച്ച ആ രക്തത്തിൽ നിങ്ങൾക്ക് ആശ്രയിക്കുവാൻ നിങ്ങൾക്ക് പ്രാഗൽഭ്യമുണ്ട്. കാരണം ദൈവങ്ങളെ ദൈവ മക്കളാക്കി ദൈവം തിരഞ്ഞെടുത്തു. क्योंकि उस परमेश्वर प्रसन्न होने वाला उस लहू के ऊपर आप भी भाग हो सकते हैं, क्योंकि परमेश्वर ने आपके ऊपर भी वो सहायता दी। ആ രക്തമാണ് നിങ്ങളെ കഴുകി ശുദ്ധീകരിച്ചത്, നിങ്ങളെ രക്ഷയിൽ കൊണ്ടുവന്നത്. वो लहू आपको धोया है और उद्धार में लेके आया। നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചപ്പോൾ ആത്മമണ്ഡലത്തിൽ ആ രക്തത്താൽ നിങ്ങൾ ശിരസ് മുതൽ പാദം വരെയും കഴുകപ്പെടുകയായിരുന്നു. जब आप यीशु मसीह के ऊपर विश्वास किया तो उस समय जो है उस महान लहू से
आपको सिर से लेकर पैर तक धोया है और सुरक्षा मिला है। ദൈവം ആ രക്തം കൊണ്ട് നിങ്ങളുടെ മേൽ മുദ്രയിട്ടിരിക്കുന്നതാണ് നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണെന്ന്. उस लहू से पिता परमेश्वर ने आपको मुद्रण किया है कि आप परमेश्वर का बच्चा है। ആ വിശ്വാസം, ആ ഫെയ്ത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. ഞാൻ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവനാണ്, യേശുവിന്റെ രക്തം എനിക്ക് മുദ്രയിടപ്പെട്ടിരിക്കുന്നു. वो विश्वास आपके अंदर होने पाए कि मैं यीशु मसीह के लहू से धोया हुआ है, उस लहू से मैं मुद्रित हूँ। ചുമന്ന കളർ കൊണ്ട് പൊട്ട് തരുന്നുണ്ട്, പക്ഷെ അത് മുദ്രയായിട്ട് കാണാനൊന്നും കഴിയത്തില്ല കേട്ടോ. लाल रंग से आप बिंदी लगाएगा तो उसे कोई मुद्रण करके नहीं बता सकता। എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തം ആത്മമണ്ഡലത്തിൽ, പിശാചിന് കാണാൻ കഴിയുന്ന ആത്മമണ്ഡലമാണ്. ആത്മമണ്ഡലത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും നെറ്റിയിൽ ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ പേര് രക്തം കൊണ്ട് മുദ്ര വെച്ചിരിക്കുകയാണ്. उस आत्मिक शरीर के अंदर उस यीशु मसीह की उस लहू से आपका मुद्रण किया हुआ है। ഹല്ലേലൂയ. നിങ്ങളുടെ നെറ്റിയിൽ എഴുതപ്പെട്ട പേര് പിശാചിന് കാണുവാൻ കഴിയും. आपके माथे पे लिखा हुआ यीशु मसीह का नाम शैतान देखते हैं। This is the God's property. ഈ ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാണ് നിങ്ങളുടെ നെറ്റിയിൽ അവനൊരു മുദ്ര വെച്ചിട്ടുണ്ട്. ये स्वर्गीय परमेश्वर का प्रॉपर्टी है करके आपके माथे पे लिखा हुआ है। അതാണ് യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ഈ സോപ്പ് കൊണ്ട് മുക്കി കട്ടളമേലും കുറുമടിമേലും തെളിക്കുന്നതായ പുരുഷടയാളം. അതാണ് ആത്മീയ മണ്ഡലത്തിൽ ഓരോ വ്യക്തികളുടെയും നെറ്റിയിൽ അവൻ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്ര വെച്ചിരിക്കുകയാണ്. ഇത് ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാണെന്ന് നിങ്ങളും ഞാൻ. इसलिए हर एक घर में पुराने नियम में अपने घरों के दरवाजे पे अपने यीशु उस मेमने की लहू से जब मुद्रण देता था, वैसे ही हर एक व्यक्ति के ऊपर यीशु मसीह की लहू, हर एक मादे के ऊपर ये लिखा है कि ये प्रभु परमेश्वर की संपत्ति है। അതുകൊണ്ടാണ് ഇസ്രായേൽ ജനങ്ങൾ എല്ലാവരും, ഇസ്രായേൽ ജനങ്ങൾ, യഹൂദന്മാരാകുന്നതിന് മുമ്പായിട്ട് ഇസ്രായേൽ ജനങ്ങൾ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനങ്ങൾ മുഴുവൻ പറഞ്ഞത്, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കില്ല, ഒരു ദോഷവും നിനക്ക് വരികയില്ല, കാരണം കുഞ്ഞാടിന്റെ രക്തം നിന്റെ ഭവനത്തിന് മുദ്രയായിരിക്കുകയാണ്. इसलिए जो इस्राएल के लोग जो है मिस्रैम से छुटकारा पाते हुए जाने वाले लोग इसलिए बोला है कि कोई भी विपत्ति तुम्हारे घर के सामने ना आएगा, कोई भी दुख संकट तुम्हारे पास नहीं ഇന്ന് आएगा। പകൽക്കാലം നിങ്ങൾ ശ്രദ്ധിക്കുന്നവരും ശ്രദ്ധിക്കാൻ പോകുന്നവരായ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, കുഞ്ഞാടിന്റെ രക്തം നിങ്ങളുടെ ഭവനത്തിന് മാത്രമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിന് മേൽ, നിങ്ങളുടെ നെറ്റിയിൽ ദൈവം അവന്റെ പ്രോപ്പർട്ടി എന്ന് യേശുക്രിസ്തുവിന്റെ രക്തം മുക്കി നിങ്ങളെ എഴുതി വെച്ചിരിക്കുകയാണ്. इसलिए मैं आपको बता रहा हूँ, जो परमेश्वर यीशु मसीह मेमने का लहू जो है आपके घर को ही नहीं, खाली आपको हर एक व्यक्ति को आपके माथे पे लिखा हुआ है कि प्रभु परमेश्वर നിങ്ങൾക്ക് ആ കോൺഫിഡന്റ് ഉണ്ടാകട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ ആ കോൺഫിഡന്റ് ഉണ്ടാകട്ടെ. നിങ്ങൾ ഒരു സാധാരണക്കാരനല്ല, നിങ്ങൾ ഒരു സാധാരണ വ്യക്തിയല്ല, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട ദൈവത്തിന്റെ പൈതലാണെന്നുള്ള വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും. आपके अंदर एक ऐसा विश्वास, एक दृढ़ निश्चय होने पाए कि आप परमेश्वर का संतान है, परमेश्वर का बच्चा है। ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. परमेश्वर आपको आशीष करने ഇന്ന് പകൽക്കാലം നാം ദൈവത്തിന്റെ പന്തിക്ക് പോകാൻ പോവുകയാണ്. हम परमेश्वर की मेज में जा रहे हैं। അതിനു മുമ്പായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്യം വായിച്ച് കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. इससे पहले मैं आपके लिए एक वचन पढ़ के सुनाना चाहता 1 हूं। കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് നമുക്ക് വീണ്ടും പെട്ടെന്ന് വരാമല്ലോ. पहले कोरिन्थियों की किताब में हम आएंगे। അവിടെ അതിൽ തിരുവത്താഴത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഭാഗം വായിച്ചിട്ട് നമുക്ക് തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. वहाँ में जो परमेश्वर की मेज के बारे में लिखा हुआ उस वचन को पढ़ के हम आगे बढ़ेंगे। 11-ാം അധ്യായം അതിന്റെ 23 മുതൽ താഴോട്ടുള്ളതായിരിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നതായി. पहला कोरिन्थियों उसका 11वां अध्याय उसका 23वां वचन से अपने से पढ़ेंगे। पहला कोरिन्थी 11-23, फर्स्ट कोरिन्थियंस चैप्टर 11 वर्स 23। क्योंकि ये बात मुझे प्रभु से पहुंची और मैंने तुम्हें भी पहुंचा दी कि प्रभु यीशु ने जिस रात को पकड़वाया गया रोटी ली और धन्यवाद करके उसे तोड़ी और कहा कि ये मेरी देह है जो तुम्हारे लिए है, मेरे स्मरण के लिए यही किया करो। इसी रीति से उसने बियारी के पीछे कटोरा भी लिया और कहा, ये कटोरा मेरे लहू में नई वाचा है, जब कभी पियो तो मेरे स्मरण के लिए यही किया करो। क्योंकि जब कभी तुम ये रोटी खाते और इस कटोरे में से पीते हो तो प्रभु की मृत्यु को जब तक वो ना आए प्रचार करते हो। इसलिए जो कोई अनुचित रीति से प्रभु की रोटी खाए या उसके कटोरे में से पिए वो प्रभु की देह और लहू का अपराधी ठहरेगा। इसलिए मनुष्य अपने आप को जांच ले और इसी रीति से इस रोटी में से खाए और इस कटोरे में से पिए, क्योंकि जो खाते पीते समय प्रभु की देह को ना पहचाने वो इस खाने और पीने से अपने ऊपर दंड लाता है। इसी कारण तुम में से बहुत से निर्बल और रोगी है और बहुत से सो भी गए। यदि हम अपने आप को जांचते तो दंड ना पाते, परंतु प्रभु हमें दंड देकर हमारी ताड़ना करता है, इसलिए
कि हम संसार के साथ दोषी ना ठहरे। ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ചു പോയ രാത്രിയിൽ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. അതിനുശേഷമായി അതിൽ പാനപാത്രം എടുത്തു. അവനിങ്ങനെ പറയുവാനിടയായി, ഇത് ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു പാനപാത്രം എടുത്ത് അത് വാഴ്ത്തി കൊടുക്കുമ്പോൾ പറഞ്ഞു, ഇതാ ഞാൻ നിങ്ങളോടുകൂടി ഒരു പുതിയ നിയമം ചെയ്യും. परमेश्वर ने अपने कटोरा उठा के जब अपने चेलों को दिया था तो कहा है कि मैं तुम्हारे बीच में एक नया नियम लाता हूं। ഹല്ലേലൂയ. ആ പുതിയ നിയമത്തിൽ നിങ്ങളെയും എന്നെയും അവൻ സുരക്ഷിതരായി സൂക്ഷിക്കുകയാണ്. उस नए नियम के अंदर आपको और हमें परमेश्वर ने सुरक्षित रखा। അവൻ ആ നിയമത്തിൽ ഹല്ലേലൂയ നമ്മളെ ഓരോരുത്തരെയും കരുതുകയാണ്. उस नियम के अंदर परमेश्वर हमारी सुरक्षा देते हैं। ഹല്ലേലൂയ. ആ നിയമത്തിന്റെ പങ്കാളികളായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിപ്പാൻ ഗുണമായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു. उस नियम के साथ देने के लिए परमेश्वर हमारे सहायता करता है। ഹല്ലേലൂയ. അവനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ കർത്താവ് അപ്പമെടുത്തു വാഴ്ത്തി നുറുക്കി അത് അനുഗ്രഹിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. അതിനുശേഷമായി ഹല്ലേലൂയ പാനപാത്രം എടുത്തു അതും അനുഗ്രഹിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുവാനിടയാണ്. നമുക്ക് ഈ പാനപാത്രത്തിന് വേണ്ടിയും ഈ അപ്പത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, നല്ല കർത്താവേ, അനുഗ്രഹീതമായ ഈ കർത്താവെ മധ്യാഹ്ന സമയത്തിനായി ഞങ്ങൾ നിങ്ങളോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങളുടെ മുമ്പിൽ കർത്താവ് വയ്ക്കപ്പെട്ടിരിക്കുന്നതായ ഈ അപ്പത്തെയും കർത്താവെ ഹല്ലേലൂയ ഈ പാനപാത്രത്തെയും ഇവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ അങ്ങയെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അങ്ങ് കർത്താവേശ്വരം ഇതിലെടുത്ത് അല്ലെ കർത്താവെ നുറുക്കി എൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കർത്താവെ ഇത് അല്ല അങ്ങേക്ക് കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്നതായ പുതിയ നിയമം എന്നൊരു പുതിയ കർത്താവെ വ്യവസ്ഥ കർത്താവ് പുതിയ ഉടൻപടി ഞങ്ങളോടുകൂടെ ചെയ്തലപ്പച്ച ഉടൻപടിയെ ഞങ്ങൾ ഇപ്പോൾ കാലം സ്മരിക്കുന്നു, ഓർക്കുന്നു കർത്താവെ. ഉടൻപടിയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കർത്താവേശ്വരം മേശയിൽ കർത്താവ് ഞങ്ങളെ പങ്കാളികളാകുകയാണ്. ഞങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിച്ചാലും പ്രത്യേകം ഞങ്ങളെ കാണുന്നവരെല്ലാം കർത്താവെ ഇവിടുന്ന് അനുഗ്രഹിക്കുമാണ്. ആർക്കും ഇതിൽ ഭാഗമാക്കുവാൻ കഴിയുന്നില്ല കർത്താവെ. എങ്കിലും ക്രിസ്തുയേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഒരധനങ്ങളിൽ കർത്താവെ പറയുമ്പോൾ ഈ ശക്തി വ്യാപരിക്കട്ടെ, തിരുവത്താഴത്തിന്റെ ശക്തി അവരുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ കർത്താവെ. എന്നാൽ ദൈവമായ കർത്താവെ അനുഗ്രഹിക്കുവാനാണെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, തിരുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തെ ഞങ്ങൾ ചോദിക്കുന്നു. നമ്മെ ഞങ്ങളുടെ പിതാവ് കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവനപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്നതായ അല്ലെങ്കിൽ തകർക്കപ്പെടുന്നതായ എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെ കൂടി വരുമ്പോഴൊക്കെയും ഇതിൽ നിന്നും ഭാഗവാക്കാകുകയും. നമുക്ക് സ്തോത്രത്തോടുകൂടെ പാനപാത്രത്തിൽ നിന്നും ഈ അപ്പത്തിൽ നിന്നും നമുക്ക് ഭക്ഷിക്കാം. അപ്പമെടുത്ത് നുറുക്കി ഭക്ഷിച്ച ശേഷമായി പാനപാത്രം എടുത്ത് കർത്താവ് അതിനെ സ്തോത്രം ചെയ്ത് എൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്നതായ എൻ്റെ ചിന്തപ്പെടുന്നതായ എൻ്റെ രക്തമാകുന്നു. ഞാനിതൊരു പുതിയ നിയമമായി നിങ്ങളിൽ ഏൽപ്പിച്ചു തരികയാണ്. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളെ വീണ്ടും സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നതാണ് പുതിയ നിയമം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. സ്വർഗ്ഗപിതാവേ, അപ്പത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച അതേ കരങ്ങൾ കൊണ്ട് ഈ പാനപാത്രത്തെയും ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കുമാറാകണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇത് ഞങ്ങൾ ഭക്ഷിക്കുമ്പോൾ അങ്ങയുടെ രക്തത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങളെ കർത്താവെ ശ്രദ്ധിക്കുന്നവർ, വിഭാഗമാക്കുവാൻ കഴിയാത്തവർ, അവരെ കർത്താവിൻ്റെ അതരങ്ങൾ കൊണ്ട് യേശുവിൻ്റെ രക്തം ഉരുവിടുമ്പോൾ ഇതേ ശക്തി അവിടെ വ്യാപരിക്കുവാൻ സംരക്ഷണമുള്ളവരായി സുരക്ഷിതരായി തീരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കുന്നു. എൻ്റെ കാര്യങ്ങളിൽ അതിനായി ഏൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകളതിനാൽ സ്തോത്രം യേശുവിൻ്റെ നാമം ഞങ്ങൾ ചോദിക്കുന്നു. ൃമണം സൂര്യപിതാവേ. യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത അപ്പം കഴിച്ചതിന് ശേഷമായി പാനപാത്രമെടുത്തു എൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്നതായ ക്രിസ്തുയേശുവിൻ്റെ രക്തമാകുന്നു, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഇതിൽ നിന്നും പാനം ചെയ്യും. നമുക്ക് സ്തോത്രത്തോടുകൂടെ ഈ പാനപാത്രത്തിൽ നിന്നും കുടിക്കും. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാനപാത്രം ഓഹരിയാകുവാൻ ദൈവമായ നമ്മെ സഹായിച്ചല്ലോ. എൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
ഈ അപ്പത്തിൻ്റെ പാത്രത്തിലും ഈ പാനപാത്രത്തിൻ്റെ പാത്രത്തിലും അനേക മിച്ചം ഉണ്ട്, ബാക്കി ശേഖരിക്കപ്പെട്ടിരിക്കുന്നു. അത് വിളിച്ചപേക്ഷിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും മണ്ണിൽ. രണ്ട്, നമ്മുടെ ബുദ്ധിമുട്ടാദികൾ, നമ്മുടെ ചാർച്ചക്കാർ, നമ്മുടെ പടോസികൾ, നമ്മളോട് കൂടെ ഇരിക്കുന്നവരൊക്കെ ഇനിയും വരുന്ന നാളുകളിൽ ഭാഗവാക്കുവാനായിട്ട് അവരെല്ലാവരെയും ദൈവം കൂട്ടിവരുത്തുവാൻ കൊണ്ടാണ് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, നല്ല കർത്താവേ, ഈ അനുഗ്രഹീതമായ സമയത്തിനാണ് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അനുഭവിച്ചതായ ഈ സ്വർഗീയ മന്ന ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഭവിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കണം. കർത്താവെ, ദൂതന്മാരുടെ ഭോജനം കർത്താവെ ഭക്ഷിച്ചവരൊക്കെയും മരിച്ചു. എന്നാൽ കർത്താവെ, അങ്ങയെ തിന്നുന്നവൻ എന്നാൽ ജീവിക്കുമെന്ന ദൈവത്തിന്റെ വചനമാണ് കർത്താവ്. പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ സഭയായ ഞങ്ങൾ കർത്താവെ, ഈ ഭോജനത്തിൽ കൂടെ, ഈ പന്തിയിൽ കൂടെ കർത്താവെ, നിത്യജീവനെ പ്രാപിപ്പാൻ ദൈവമായ കർത്താവ് ഞങ്ങളോട് പുതിയ നിയമം ചെയ്തതിനാൽ നന്ദിയോടെ സ്തോത്രം. आपको खाया हुआ लोग जीवित रहेंगे करके और आनंद जीवन पाएंगे करके आपके साथ रहेंगे करके एक वायदा में दिया, इसलिए ഈ ആരാധനയും കർത്താവെ ഈ പ്രത്യേക തിരുമേശയും അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. परमेश्वर आराधना को और आपके मेज को आपने आशीष किया, इसलिए धन्यवाद. ഞങ്ങളെ കാണുന്നവരും വിശേഷം കാണാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. परमेश्वर अभी जो हमें देखते हैं प्रभु, जो आगे देखने वाले हर किसी को हम आशीष करते हैं. ഇന്ന് പകൽക്കാലം ഞങ്ങൾ കേട്ടതുപോലെ ക്രിസ്തുയേശുവിന്റെ രക്തം അവർക്ക് കോട്ടയായി, കർത്താവെ അവർക്ക് സംരക്ഷണമായി, അവർക്ക് അരണായി, കർത്താവെ അവർക്ക് പരിചയമായി, അവർക്ക് കേടയമായി അവരോട് കൂടെ ഇരിക്കേണ്ട കർത്താവ്. परमेश्वर जैसे आज हमने पढ़ा है प्रभु, परमेश्वर का लहू एक सुरक्षा बन के, एक संरक्षण बन के प्रभु, एक कवच बन के, एक गढ़ बन के उनके साथ रहने का. കർത്താവ് ഞങ്ങളോട് കൂടി ഇരിക്കുന്നതിനാൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനാലും സ്തോത്രം ചെയ്യും. आप हमारे साथ हैं, इसलिए हम आपको धन्यवाद पिता पुत्र പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിരന്തരം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. पिता पुत्र पवित्र आत्मा के नाम से आपके लोगों को हम आशीष करते हैं. അവർ ഞങ്ങളുടെ പ്രാർത്ഥനകളാൽ സ്തോത്രം ചെയ്യും. आपने हमारे प्रार्थनाओं को सुने, इसलिए യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, കൃപതോടും കൃപണമേ യേശുവിന്റെ നല്ല പിതാവേ. यीशु मसीह के नाम से हमने प्रार्थना किया, कृपा सुनो और कबूल करो हमारे स्वर्गीय पिता. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ കർത്താവിന്റെ കൃപയും നമ്മെ ആശീർവദിച്ച് വഴിനടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും നമ്മോട് നാം പ്രാർത്ഥിച്ചതായ സകല വിഷയങ്ങളും ഇപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിനുണ്ടാവരും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ പകൽക്കാലം ജയം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും ദൈവനാമത്തിൽ നിങ്ങളെ വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് ഈ പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. ബുധനാഴ്ച നമുക്ക് ബൈബിൾ സ്റ്റഡി ഉണ്ട്. ഞങ്ങളെ ഈ ഫേസ്ബുക്കിൽ കൂടെയുള്ള എല്ലാ ലൈവുകളും നിങ്ങൾക്ക് യൂട്യൂബിലും ഇടുന്നുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ യൂട്യൂബിലും ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. आगे बुधवार को बाइबल स्टडी होंगे और हमारे जो भी प्रार्थना आराधना बाइबल स्टडी जो चलते हैं हम यूट्यूब में भी डालते हैं. जो देखना चाहते हो आप उनको देखिए और आशीष पाएं. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. परमेश्वर आपको आशीष करें. ആമേൻ. ഹല്ലേലൂയ.